ശ്രീമാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുപാദുക സ്തോത്രം ശങ്കരാചാര്യ വിരചിതമായിരിക്കുന്ന വളരെ പ്രശസ്തമായിരിക്കുന്ന ശ്രീ ഗുരുപാദുക സ്തോത്രമാണ് നമ്മളിപ്പോ പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 3 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞു. 4ാമത്തെ ശ്ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ആദ്യത്തെ 3 ശ്ലോകം വായിച്ചതിന് ശേഷം നമുക്ക് 4ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അനന്ത സംസാര സമുദ്രതാര നൗകായിതാഭ്യാം ഗുരുഭക്തിദാഭ്യാം വൈരാഗ്യ സാമ്രാജ്യദ പൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം കവിത്വവാരാശി നിശാകരാഭ്യാം ദൗർഭാഗ്യദാവാം ഉദമാലികാഭ്യാം ദൂരീകൃത നമ്ര വിപത്തദീഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നതായയോ ശ്രീപതിതാം സമീയോ കദാചിദപ്യാശു ദരിദ്രവൈദ്യാഃ മൂകാംശ്ച വാചസ്പതിതാം ഹിതാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. നമ്മൾ ഈ 3 ശ്ലോകങ്ങളാണ് കണ്ടത്. 4ാമത്തെ ശ്ലോകത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളീകനികാശ പദഹൃദാഭ്യാം നാനാവിമോഹാദി നിവാരികാഭ്യാം നമജ്ജനാഭീഷ്ട തതിപ്രദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. നാളീകനികാശ പദഹൃദാഭ്യാം നാനാവിമോഹാദി നിവാരികാഭ്യാം നമജ്ജനാഭീഷ്ട തതിപ്രദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ. എല്ലാ ശ്ലോകത്തിന്റെയും അവസാനിക്കുന്നത് പ്രധാന ആശയം എന്താണ്? ഗുരുവിന്റെ പാദങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണ്, ആ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ അതിന് മുമ്പുള്ള കാര്യങ്ങൾ എനിക്ക് നടക്കുള്ളൂ, അല്ലെ? അതുകൊണ്ട് ഗുരുപാദകങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. ഗുരുപാദകങ്ങൾ എന്ന് പറഞ്ഞാല് കാലിൽ ഇടുന്ന ഒരു ചെരുപ്പായിട്ടല്ല നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ 3 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു, അല്ലെ? ഗുരു ഏത് സത്യത്തില് അല്ലെങ്കിൽ ഏത് ധർമ്മത്തിലാണോ, ഏത് ജ്ഞാനത്തിലാണോ, ഏത് ബ്രഹ്മ തത്വത്തിലാണോ ഉറച്ചിരിക്കുന്നത്, അത് തന്നെയാണ് ഗുരുപാദുക തത്വം എന്ന് പറയുന്നത്. ഇപ്പൊ ഗുരു ഒരു വ്യക്തിയല്ല, അല്ലെ? ആത്മതത്വം തന്നെയാണ് ഗുരു. ഇപ്പൊ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തി ഭേദവിഭാഗിനെ വ്യോമവത് വ്യാപ്ത ദേഹായ ദക്ഷിണാമൂർത്തയെ നമഃ. അപ്പൊ ഈശ്വരനും ഗുരുവും രണ്ടല്ല എന്ന ഭാവം അത് ഉറയ്ക്കണം. ഇപ്പൊ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞ സാക്ഷാൽ ശിവന്റെ ജ്ഞാനസ്വരൂപമാണല്ലേ. ഇത് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ചിന്മുദ്ര നമുക്ക് തരുന്ന അതാണ്. നമ്മൾ ചിന്മുദ്ര പിടിച്ചിട്ടാണ് ചില മന്ത്രങ്ങളൊക്കെ ജപിക്കുക, അല്ലെ? നമ്മുടെ ജീവൻ, ത്രിഗുണാത്മികയായിരിക്കുന്ന ജീവൻ ശിവന് സറണ്ടർ ചെയ്യുമ്പോൾ പൂർണ്ണമായിരിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വരൂപമായിട്ട് മാറുകയാണ്. അപ്പൊ അത് ആ ഒരു ഗുരു ഒരു മനുഷ്യനല്ല. കാരണം ഈ ദക്ഷിണാമൂർത്തി ആരാ? സാക്ഷാൽ ശിവസ്വരൂപമാണ്, അല്ലെ? ഗുരു ഒരു മനുഷ്യനല്ല. മനുഷ്യർക്ക് കുറവുകൾ ഉണ്ടാകും, അല്ലെ? വിശ്വാസം കുറഞ്ഞു പോകും കുറച്ചു നാൾ കഴിയുമ്പോൾ. കാരണം നമ്മള് ഗുരുവിനെ കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ ഒരു ചട്ടക്കൂട്ടിലായിരിക്കും ഗുരുവിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുക. നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മുടെ കുറവുകളെല്ലാം തികഞ്ഞ കുറവുകളെല്ലാം മാറ്റിയിട്ട് പൂർണ്ണത നിറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പാപപുണ്യങ്ങള് തുല്യമാകുമ്പോഴാണ് മനുഷ്യ ശരീരം കിട്ടുക. അപ്പൊ അവിടെ നമുക്ക് കുറവുകൾ പൂർണ്ണമായിരിക്കുന്ന എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ മുമ്പിൽ വന്ന് ഇരിക്കില്ല, അല്ലെ? മനുഷ്യരാകുമ്പോ കുറവുകൾ കാണും, അല്ലെ? നെഗറ്റീവ്സ് കാണും, പോസിറ്റീവ്സ് കാണും. നമ്മളൊരു ഗുരുവിന് ഇന്നത് വേണം, നമ്മളൊരു ചട്ടക്കൂട് ഉണ്ടാക്കി ഗുരുവിനെ അതിനകത്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഡിപ്രഷൻ ഉണ്ടാവും. കാരണം അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോ ഗുരുക്കന്മാര്. നമ്മൾ അതല്ല നോക്കേണ്ടത്. ഗുരു ഈസ് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ. ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് തരാൻ നമുക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടേ കാണാവൂ. നമ്മൾ അവർക്ക് ഒരുപാട് നന്മ തിന്മകൾ നമ്മളായിട്ട് അവിടെ കൊണ്ടുവയ്ക്കണ്ട. നമുക്ക് എന്ത് പറഞ്ഞു വരുന്നോ അതിനെ എടുക്കുക. ഒരു 95% പറയുന്നതിനെ പ്രാവർത്തികമാക്കുന്ന ആള് തന്നെയാണ് ഗുരു, അല്ലാന്ന് പറയുന്നില്ല. മോശം ആളെ നമുക്ക് ഗുരു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യർക്ക് കുറവുകൾ ഉണ്ടാകാം.
അല്ലെ? ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ വിചാരിച്ചു, അതിന് തക്കയല്ല എന്റെ ഗുരു. നമ്മൾ എത്ര ഗുരു ഷോപ്പിംഗ് ചെയ്യും, വിൻഡോ ഷോപ്പിംഗ് ചെയ്യുമ്പോഴും ഗുരുവിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അവരുടെ കുറവുകൾ കണ്ടുപിടിച്ച് എല്ലാ കുറവുകളും എല്ലാം തികഞ്ഞ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ജന്മം അത് സാധ്യമാവില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകാൻ കാരണം എന്താ? നമ്മൾ പറയുന്ന കാര്യത്തിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ ഗുരുവിന്റെ ക്യാരക്ടറിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്യാരക്ടർ വേണ്ടെന്നല്ല ഇവിടെ. പണത്തിനാർത്തിയുള്ള ഗുരുക്കന്മാരുണ്ടാകും, പണം സ്വീകരിച്ചുകൊണ്ട് മന്ത്രദീക്ഷ കൊടുക്കുന്നവരുണ്ടാകും, അല്ലേ? ആ ഒരു ഗുരു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗുരുക്കൾ ശിഷ്യര് നന്നാവണമെന്ന് യാതൊരു ആഗ്രഹമില്ല, ഒന്നും പറഞ്ഞു കൊടുക്കാത്തവരുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ലോകമാണ്, മനുഷ്യരാണ്. അതിൽ എന്താ പറയാ, വളരെ കുറച്ചു പേരായിരിക്കും ശിഷ്യന്മാര് നന്നായിട്ട് അവരെ ശാസിച്ച് നല്ല വഴിക്ക് കൊണ്ടുപോയി അവർക്ക് ആ ജ്ഞാനം പകർന്നു കൊടുത്ത് കൈ പിടിച്ച് കൊണ്ടുപോകുന്നവര് വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് വേണം? അവരുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിലല്ല നമ്മൾ വിശ്വാസം വെക്കേണ്ടത്. അവരുടെ അങ്ങ് ഇരുന്നോട്ടെ. അതിപ്പോ നമ്മളെ പോലെ തന്നെയാണ്, ഒരു മനുഷ്യരാണ്, അവർക്കും ദേഷ്യം, കുടുംബസ്ഥരായിരിക്കാം, അവർക്ക് ദേഷ്യം വരും, സങ്കടം വരും, അവരുടെ ജീവിതത്തിൽ പല വിഷമങ്ങളും ഉണ്ടാവും. അപ്പൊ വിശ്വാസം നമുക്ക് കുറഞ്ഞു പോകും അങ്ങനെ നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ എന്താ അവര് പറയുന്ന ആ വാക്യങ്ങൾ, അദ്ദേഹത്തിന്റെ മാനുഷികമായിട്ടുള്ള കുറവുകൾ അല്ലെങ്കിൽ വീക്ക്നെസ് ഏതൊക്കെയാണ്, അതിനെ നമ്മൾ മാറ്റിവെക്കണം. അല്ലാതെ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാനല്ല നമ്മൾ പോയിരിക്കുന്നത്. ഈശ്വരൻ അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് ആ ഒരു പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോണ്ട. നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ വ്യക്തി ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. നമുക്കെപ്പോഴും ബാക്കിയുള്ളവർ പൂർണ്ണരായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സാധാരണ മനുഷ്യർക്കുള്ളത്. അപ്പോ ആ ഗുരുവിന്റെ വീക്ക്നെസ്സോ മാനുഷികമായിട്ടുള്ള കുറവുകളോ ഒന്നും എല്ലാത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് ഗുരു ഒരു പരമ്പരയാണ്, ഒരു തത്വമാണ്, അല്ലെ? നമ്മൾ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ നമ്മൾ ആ പരമ്പര പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ആദി ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയിലാണ് അത് ചെന്ന് ചേരുന്നത്. കാരണം നമുക്ക് ശരീരം എന്ന് പറയുന്നത് അവിടെ ഒരു എന്താ പറയാ തടസ്സമായിട്ട് കാണരുത്. നമ്മൾ ശരീരത്തിനല്ല നമസ്കരിക്കുന്നത്. ശരീരം ഇന്ന് വരും, നാളെ പോകും. ആ നമസ്കാരം എവിടെയാ എത്തുന്നത്? ശരീരമില്ലാത്ത ഗുരുക്കന്മാരെ ചിന്തിച്ചു നോക്കൂ. ആ എനർജി ഫോം, അവര് മരിച്ചുപോയി, അവരുടെ ശരീരം വിട്ടുപോയെങ്കിലും അവർ ഈ പ്രപഞ്ചത്തിൽ ഒരു എനർജി ഫോമായിട്ട് ആ പരമ്പരയിലുണ്ട്. നമ്മൾ കണ്ടു എന്താ ഭണ്ഡാസുരൻ വിളിക്കുന്നത്, ഈ സകല അസുരന്മാരെയും വിളിക്കുകയാണ് അവരുടെ ലോകത്തുനിന്ന്. അപ്പൊ ഈ അസുരന്മാരൊക്കെ മരിച്ചു, ദേവി കൊന്നു, സായുജ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോ എവിടുന്ന അവര് വരുന്നത്? അവരുടെ എനർജി ലെവല് ഒരു ലോകത്തുണ്ട്, അവർക്ക് നമുക്ക് വിളിക്കാൻ പറ്റും അവർക്ക്. അപ്പൊ ഭണ്ഡാസുരൻ വിളിച്ചപ്പോ മധുകൈടവൻ മുതൽ രാവണൻ വരെയുള്ള സകലവരും വന്നു എന്നാ പറയുന്നത്. വീണ്ടും ദേവി നഖത്തിൽ വരുന്ന കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി, അമ്മയുടെ വിഷ്ണുവിന്റെ അവതാരം എല്ലാവരെയും കൊല്ലുന്നു. എന്താ ഇതിന്റെ അർത്ഥം? നമ്മളെല്ലാം കൊന്നു, ദേവിയുടെ കയ്യിൽ നിന്ന് വന്ന് വിഷ്ണു അവതാരം കൊന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും അവരുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗുണങ്ങള് വന്നും പോയും ഇരിക്കുന്ന അർത്ഥം. ഈ പ്രപഞ്ചത്തിൽ എപ്പോ പ്രപഞ്ചമുണ്ടോ അവിടെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ഉണ്ട്. ഈ അസുരന്മാരെന്ന് പറയുന്നത് പ്രത്യേക ഒരു ലോകത്തിലല്ല, ഇവിടെ തന്നെ നമ്മളിൽ തന്നെ ഉണ്ട്. ഈ നമ്മളിൽ ഇരിക്കുന്ന നെഗറ്റീവ് ഗുണങ്ങളെ കുറച്ചുകൊണ്ട് പോസിറ്റീവ് ഗുണങ്ങളെ കൂട്ടിയാൽ മാത്രമേ നമ്മൾ ദേവന്മാരായിട്ട് തീരുള്ളൂ. അതും അവരെ വിളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നെഗറ്റീവ് ഒരാൾ വന്നിട്ട് നമുക്കത് 10 പേരായിട്ട് നമ്മുടെ ആ ഒരു പോസിറ്റീവ് ക്വാളിറ്റീസിനെ, ഈശ്വരനിലോട്ട് പോകുന്ന ആ യാത്രയെ കുറയ്ക്കാൻ ഇവര് ശ്രമിക്കും. അപ്പൊ ദേവി വന്നിട്ട് എന്താ? ദേവിയുടെ ശക്തികളെ കൊണ്ടുവന്ന് അവരെ ഇല്ലാതാക്കും. ഇതിങ്ങനെ കാലാകാലങ്ങളിൽ എല്ലാ യുഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോ മനുഷ്യജന്മം എടുക്കുമ്പോ എത്രയോ ഋഷിമാരെ നമ്മൾ കണ്ടിരിക്കുന്നു, അല്ലെ? വിശ്വാമിത്രൻ, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ബ്രഹ്മർഷിയാണ്. അദ്ദേഹത്തിന് പോലും മേനകയിൽ പ്രശ്നം വന്നു. ഇത്രയും തപസ് ചെയ്ത് ഗായത്രി മന്ത്രത്തിന്റെ ദ്രഷ്ടാവാണ് അദ്ദേഹം. അപ്പൊ മനുഷ്യ ശരീരത്തിൽ വന്നു, അവിടെ നെഗറ്റീവ്സ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മൾ അതല്ല നോക്കേണ്ടത്. കാരണം അവര് നമുക്ക് എന്ത് പറഞ്ഞു തരും? നമ്മൾ ശാസ്ത്രം, ഗുരുവാക്യത്തിലും ശാസ്ത്രത്തിലും സത്യസ്യ ബുദ്ധി എന്നാ പറയാ. അതിൽ ശ്രദ്ധയും വിശ്വാസവും നടന്നിട്ട് നമ്മളത് കൊണ്ടുപോയിക്കോളുക. അല്ലാതെ ഗുരുവിന്റെ പരിമിതികളും അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ്, നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഗുരുവിനെ കിട്ടിയെന്നിരിക്കില്ല. ഒരു ജന്മം നമുക്ക് പാഴായി പോവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ, ഒരു ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ ആ പരമ്പരയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ആദ്യ ഗുരുവായിരിക്കുന്ന ശിവനില് നമുക്കെന്താ? ശിവപദമാണ്. ദേവിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കണം? അമ്മ നമ്മളെ ആ ശ്രീമാതാന്ന് വിളിച്ച് അമ്മയെ തുടങ്ങിയിട്ട് അമ്മ അത് വഴികളിലൂടെ, അമ്മയുടെ പല സ്ഥൂല സൂക്ഷ്മ കാരണ വഴികളിലൂടെ ആ ജീവനെ കൊണ്ടുപോയിട്ട് അവസാനം എവിടെയാ ചേർക്കുന്നത്? അമ്മയുടെ ലക്ഷ്യം എന്താ? ശിവജ്ഞാന പ്രദായിനി നമ. നമുക്ക് ആ സാക്ഷാൽ സദാശിവനിൽ എത്തിക്കുകയാണ് അമ്മയുടെ ജോലിയാണത്. അമ്മ അതാ ചെയ്യുന്നത്. അവസാനം കൊണ്ടുവന്നിട്ട് ശിവശക്തി ഐക്യ രൂപിണി, ഞാൻ ശിവനുമായിട്ട് ഐക്യപ്പെട്ട ഒരാളാണ്, ഞാൻ സെപ്പറേറ്റ് അല്ല. അവസാനം നമ്മൾ ലളിതാംബികായി എന്ന് സംബോധന ചെയ്തു. ഇതാണ് ലളിതാ സഹസ്രനാമം.
അപ്പൊ ദേവി എന്ന് പറയുന്ന പ്രകൃതി നമുക്ക് ഈ ശരീരമായിട്ടിരിക്കുന്നത് ഈ 36 തത്വങ്ങളിലൂടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മതത്വമാകുന്ന ശിവനില് നമ്മളെ എത്തിച്ചേർക്കാനാണ്. ഓരോ കുഞ്ഞിനെ മാത്രയെന്ന് വിളിച്ച അമ്മ എന്ന് വിളിച്ചു. അപ്പൊ അമ്മയുടെ ജോലി എന്താ? കുട്ടിയെ കൈപിടിച്ച് യഥാർത്ഥ സ്ഥാനത്ത് എത്തിക്കുക എന്നാണ് എല്ലാ അമ്മമാരും പറയും. നമ്മുടെ ജോലി എന്താ? നന്നായിട്ട് വളർത്തി അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക. അതുപോലെ നമ്മളെ നന്നായിട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ട് ഒന്നിലും ചാരി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു അസ്തിത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിവപദത്തിൽ എത്തിക്കുന്നതാണ് ദേവിയുടെ ഉദ്ദേശം. മഹാമന്ത്രങ്ങളെല്ലാം തന്നെ അതാ ചെയ്യുന്നത്. അപ്പോ സദാശിവനിൽ എത്തിച്ചേരുന്നു. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്ത എന്നാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും ഇതാ നമുക്ക് പറയേണ്ടത്. അസ്മത് തൊട്ടടുത്തുള്ള ആചാര്യൻ വരെയുള്ള എല്ലാ ഗുരുക്കന്മാരുമായിട്ട് വന്ദേ ഗുരു പരമ്പര. എല്ലാ ഗുരുക്കന്മാരുമായിട്ട് നമസ്കാരം. ഒരു ഗുരു എന്ന് പറഞ്ഞ അവിടെ ഇല്ല. എല്ലാവരും എപ്പോഴും നമ്മൾ പഠിച്ചു, നമുക്ക് പൂർണ്ണ ദീക്ഷ കിട്ടി, നമ്മൾ ഗുരുവാണ്. നമുക്ക് ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ജോലിയാണ്. ഓരോ വ്യക്തിക്കും അവന് അറിയുന്നത് വേറൊരാൾക്ക് പകർന്നു കൊടുക്കുക. അവരെ തെറ്റായ വഴി കൊണ്ടുപോകാതെ ശരിയായ വഴിയിലൂടെ കൊണ്ടുപോകുക. അപ്പൊ അത് ഗുരുവായി കഴിഞ്ഞു അല്ലെ? പരമ്പരയിലേക്ക് ആ ഉള്ള നമസ്കാരമാണ് നമ്മുടെ മുമ്പിലുള്ള വ്യക്തിയിൽ നമ്മൾ സമർപ്പിക്കുന്നത്. അല്ലെ നമുക്ക് ഒരാളെ ബൈപ്പാസ് ചെയ്ത് വേറൊരിടത്ത് പോകാൻ പറ്റില്ല. പരമഗുരു സ്വഗുരു ഇല്ലാതെ പരമഗുരു പരമേഷ്ടി ഗുരുവിൽ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയായിട്ടിരിക്കുന്ന ഗുരുനാഥൻ, ആ ഗുരുനാഥർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അവർ ഉപകരണങ്ങൾ മാത്രമാണ്. ഗുരു പരമ്പരയിലേക്കുള്ള പാത കാണിച്ചു തരുന്നവരാണ് അവര്. ഇപ്പൊ ഗുരുപാദകവും ഗുരു തത്വത്തെ തന്നെയാണ് കാണിക്കുന്നത്. നമ്മളൊരു ക്ഷണം ശരിക്കും നമ്മള് സാധാരണഗതിയിൽ നമ്മൾ കേരളം ഇല്ലെങ്കിൽ ഭാരതം എന്നൊക്കെ കേൾക്കണു അല്ലെ. ഒരു കഷ്ണം തുണി അല്ലെ. നമ്മള് ദേശീയ പതാക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധാരണ ഒരു തുണി. എന്തിനാ ദേശീയ പതാക കാണുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുന്നത് ഇല്ലെങ്കിൽ നമസ്കരിക്കുന്നത്? ജനഗണമന കേൾക്കുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുന്ന ഒരു ശബ്ദമാണല്ലേ ജനഗണമന. അതെ, നമ്മൾ നാഷണൽ ആന്തം എന്ന് പറയുന്നത്. ഉടനെ നമ്മൾ എണീറ്റ് നിൽക്കണം. നമ്മൾ ജനിച്ച രാജ്യത്തോട്, നമ്മൾ ഭാരതീയരാണ്. നമുക്കറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ നമ്മുടെ ജനിപ്പിച്ച രാജ്യത്തിനോട് ഒരു മാതൃ സ്നേഹമാണത് അല്ലെ. നമ്മൾ സല്യൂട്ട് ചെയ്യണു. ഓഗസ്റ്റ് 15 നമ്മളെ അടിമത്തത്തിൽ വെച്ചിരുന്നവർ നമ്മളെ വിട്ടുപോയി. 1947 ഓഗസ്റ്റ് 15 നമ്മൾ എല്ലായിടത്തും കാണാം നമ്മുടെ പതാക ഉയർത്തുന്നത്. നമ്മള് സ്വതന്ത്രരാണ്. നമ്മൾ ആരുടെയും കീഴിലുള്ളവരല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പതാക കാണുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുന്നു. അത്രയ്ക്ക് സന്തോഷമാണ്. എന്താ അതിന് കാരണം? അപ്പൊ ഒരു ഇംഗ്ലീഷുകാരനോ ഒരു അമേരിക്കക്കാരനോ ഒന്നും നമ്മുടെ ദേശീയ പതാകയെ മാനിക്കണം. നമ്മളെല്ലാ ദേശീയ പതാകയും മാനിക്കണം. ഒരാളുടെ എന്നല്ല, അവനവന്റെ ദേശത്തിന്റെ പതാകയാണ്. അതിന്റെ നടുക്ക് ചുവപ്പും നടുക്ക് മുകളില് ചുവപ്പ്, നടുക്ക് വെള്ള, താഴെ പച്ച, നടുക്കൊരു അശോക ചക്രവും കണ്ടാലും ഏത് ഭാരതീയനും അഭിമാനത്തിന്റെ പ്രതീകമായിട്ട് ആ തുണിയെ, ഒരു ചെറിയ തുണി കഷ്ണം ഒരു കമ്പിന്റെ മുകളിൽ വെച്ച് കെട്ടില്ല. അതിന് ഒരുപാട് വിലയൊന്നുമില്ല. പക്ഷെ നമ്മളത് കാണുമ്പോൾ നമ്മുടെ ഉള്ളില് എന്തിനെയാണ് ഉണർത്തുന്നത്? നമ്മൾ എണീറ്റ് നിന്ന് ആ സല്യൂട്ട് ചെയ്യുന്നത്. അത് തുണിയേ അല്ല, അത് വെറും വർണ്ണങ്ങളാണ്. ഒരു സാധാരണ തുണി. അതിന്റെ തത്വത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് അല്ലെ. അതുപോലെ വില കൂടിയ ഒരു പട്ടുതുണി, നമുക്ക് വലിയ വില കൂടിയാണ്, 2000-3000 രൂപയുള്ള ഒരു പട്ടുതുണി ഒരു കമ്പിൽ കെട്ടിവെച്ചാൽ നമ്മൾ എണീറ്റ് സല്യൂട്ട് ചെയ്യോ? ഇല്ല. ദേശീയ പതാക എന്ന് പറഞ്ഞാൽ വെറും ഒരു പരുത്തി തുണിയാണ്. നമ്മൾ കാണുന്നത് ഭാരതത്തിന്റെ ആ പാരമ്പര്യത്തെയാണ്, ആ മഹത്വത്തെയാണ്. ധീര ദേശാഭിമാനികളെയാണ് നമ്മൾ സ്വതന്ത്രരാക്കിയ ആ ഒരു അഭിമാനികള്. നമുക്ക് നമ്മുടെ ഫ്ലാഗ് എന്ന് പറയുന്ന ആ ദേശീയ പതാക നമ്മളെ അഭിമാനത്തിൽ ഉണ്ടാക്കണം. കാരണം ഞാൻ ഭാരതത്തിൽ ജനിച്ചു അല്ലെ. അത് ഓർത്തുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കണോ. അപ്പോ ആ ഒരു നമുക്ക് ഏതിനെയും റെപ്രസെന്റ് ചെയ്യുന്ന സിംബോളിക്കലായിട്ട് അതിന്റെ തത്വമാണ്. അതുപോലെ തന്നെയാണ് ഈ ഗുരുപാദക തത്വം അല്ലെ. ആ ഗുരുപാദകത്തെ നമ്മൾ കാണുമ്പോൾ ആ ഗുരു ആരാണ്? ഗുരു അല്ലെ. എത്ര ഒരു ഫ്ലാഷ് ഓഫ് എ സെക്കൻഡില് നമ്മൾ അതിനെ ബഹുമാനിക്കണം അല്ലെ. അതിനെ തൊട്ട് കണ്ണി വെക്കുന്നു. എന്താ? ഈശ്വരനെ കാണിച്ചു തരുന്ന എന്റെ ഗുരുക്കന്മാരുടെ പാതകത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് ദുർഗാ പാതകമുണ്ട്, ദേവി പാതകങ്ങളുണ്ട്, ഗുരുപാതകങ്ങളുണ്ട്. പാതകങ്ങൾ എല്ലാത്തിലുണ്ട്. കൃഷ്ണന്റെ പാതകങ്ങളുണ്ട്. വൃന്ദാവനത്തിൽ ചെന്നാൽ നമുക്ക് കൃഷ്ണന്റെ പാതകങ്ങൾ കിട്ടും. രാമക്ഷേത്രത്തിൽ ചെന്നാൽ രാമപാതകങ്ങൾ കിട്ടും. ഏതാണോ നമ്മുടെ ഇഷ്ടദേവത. അതേസമയം ദേവി ഉപാസനയില് ദേവിയെ കാണിച്ചു തരുന്നവരെയാണ് നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. ആ പാതകങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെ പൂജിക്കണം. ആ പാതകം റെപ്രസെന്റ്സ് വാട്ട്? എന്താണ് അത് നമുക്ക് കാണിച്ചു തരുന്നത്? ഈ ഒരു ഗുരു പരമ്പര. അജ്ഞാനത്തിൽ കടന്ന് നമ്മുടെ ആ ജീവനെ അനേക ജന്മങ്ങളായിട്ട് നീ സ്വതന്ത്രനാണ്, നീ അടിമത്തത്തിലല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഉയർത്തി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കാണിച്ചു തന്ന നമ്മുടെ അജ്ഞാന അന്ധകാരത്തെ മാറ്റുന്ന ഗുരുവിനെയാണ് ആ പാതകങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്.
അപ്പൊ നാളീ കനീകാശ പദാഹൃതാഭ്യാം, നാളി കനീകാശ പദാഹൃതാഭ്യം. നാളികം എന്ന് പറഞ്ഞാൽ താമര, നീകാശം എന്ന് പറഞ്ഞാൽ എന്താ, സമാനമായത്. അപ്പൊ നാളീകം പോലെ പ്രകാശിക്കുന്ന ഗുരുപാദകങ്ങൾ, താമരയെ പോലെ. അങ്ങനെയുള്ള ഗുരുനാഥന്റെ പാദകമലങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പൊ നാളീ കനീകാശ പദാഹൃതാഭ്യം. നമുക്ക് താമരയുടെ പ്രതീകം അറിയാമല്ലേ? എന്തുകൊണ്ടാ താമരയെ ദേശീയ പുഷ്പമായിട്ട് എടുത്തിരിക്കുന്നത്? താമര അല്ലെ, വളരെ ഉയർന്ന ഒരു പുഷ്പമാണ് താമര. എല്ലാത്തിനും താമര പ്രതീകമായിട്ട് എടുക്കാറുണ്ട്. ഏത് പുരാണെങ്കിലും ഏത് ഈശ്വരന്റെ കാര്യങ്ങൾ എടുത്താലും താമര, കണ്ണ്, കാല്, മൂക്ക്, ശരീരത്തിന്റെ എല്ലാ എന്താ അവയവങ്ങളിലും നമ്മൾ താമര അല്ലെ, പാദപത്മങ്ങള് അല്ലെ, കണ്ണ് താമര പോലെയുള്ള കണ്ണുകൾ, താമരാക്ഷി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ കൈകള്, കാലുകള് അല്ലെ, ശ്രീകൃഷ്ണനെ പറയുമ്പോൾ എല്ലായിടത്തും നമ്മൾ ആ ഒരു താമരയെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഇവിടെ പറയുന്ന ഗുരുനാഥന്റെ പാദകമലങ്ങളിൽ നമസ്കരിക്കണു. അവരുടെ പാദങ്ങൾ എന്താ, എല്ലായിടത്തും സ്വച്ഛന്ദം വിഹരിക്കുന്ന ഒരു പാദങ്ങളാണ് അവരുടെ. വളരെ ഭംഗിയുള്ളതൊന്നും ആയിരിക്കണമെന്നില്ല. എന്നാൽ അതിനെ നമ്മൾ പാദകമലങ്ങൾ എന്നാണ് പറയുന്നത്. ലോട്ടസ് ഫീറ്റ് ഓഫ് ഗുരു അല്ലെ, ലോട്ടസ് ഫീറ്റ് ഓഫ് ദേവി, അങ്ങനെ നമ്മൾ പറയുന്നത്. ആ പാദകമലങ്ങൾ, ആ ഭാവന അതിന്റെ പരിശുദ്ധിയെ കാണിക്കുന്നത്. കാരണം അത് ഏത് ജ്ഞാനത്തിലാണ് ഉറച്ചിരിക്കുന്നത്, ഏതൊരു സദാചാരമാണ് അതിന്റെ ആ ഒരു അതിന്റെ പരിശുദ്ധി, അല്ലാതെ അതിന്റെ ബാഹ്യഭംഗിയോ മോടിയോ ഒന്നുമല്ല ഇവിടെ പ്രാധാന്യം. അപ്പൊ നിസ്സംഗത എന്നാണ് താമരയുടെ മഹത്വം അല്ലെ. ചെളിയിൽ നിൽക്കുമ്പോഴും ചെളിയില് ആ ഒരു എന്താ പറയാ, ചെളിയിൽ നിന്ന് ആ പങ്കം എന്ന് പറഞ്ഞാൽ അഴുക്ക്, കാരണം അതിന്റെ വേരുകൾ ചെളിയിൽ ആഴ്ന്നിറങ്ങിയാണ് നിൽക്കുന്നത് അല്ലെ. അപ്പോ ആ ആഴ്ന്ന് ഇരിക്കുമ്പോഴും, അതായത് ആ ഒരു അഴുക്ക് പിടിച്ച സർക്കംസ്റ്റൻസിൽ നിൽക്കുമ്പോഴും ചെളിയിൽ നിന്ന്, ആ പങ്കത്തിൽ നിന്ന് വളരുന്നത് പങ്കജം. അപ്പൊ അതിലൊരു ഒരു തുള്ളി ചെളി പോലും അതിൽ പറ്റുന്നില്ല. അതിൽ നിന്ന് വളരെയധികം ഉയർന്ന് ആ സൂര്യനാകുന്ന വെളിച്ചത്തിൽ എങ്ങനെയാണോ താമര വിടരുന്ന പോലെ, താമര സൂര്യൻ പോയി കഴിഞ്ഞാൽ ഉടനെ അത് കൂമ്പിപ്പോവും അല്ലെ. അപ്പൊ ഹൃദയ പങ്കജം, ഒരു തുള്ളി ചെളി പോലും അതിൽ പറ്റാതെ എന്താ പറയാ, അത് ഉയർന്ന് ഈ ചെളിയിൽ നിന്ന് ഈ പറയുന്ന സംസാര സാഗരത്തില് വീണ് നിൽക്കുന്ന നമ്മൾ ഇതുപോലെ ആയിരിക്കണമെന്ന് കാണിക്കുകയാണ് താമര പുഷ്പം. ചെളിയിലായിരിക്കാം നമ്മുടെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാം, പക്ഷെ അവിടെ നിന്നുകൊണ്ട്, ഈ ശരീരത്തിൽ നിറച്ച അഴുക്കുകളാണ് അല്ലെ, അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആ ജ്ഞാനമാകുന്ന സൂര്യനെ ഉപയോഗിച്ച് നമുക്ക് വിടർത്തി താമരയാകാൻ സാധിക്കും. ഒരു തുള്ളി ചെളി പോലും പറ്റാതെ പറ്റും. അതിന്റെ ആ ഒരു ഇലയ്ക്കാവട്ടെ, അതിന്റെ പൂവിലാകട്ടെ ഒട്ടും ജലം തങ്ങി നിൽക്കില്ല അല്ലെ, അതിങ്ങനെ അത് വിട്ടു നിൽക്കും. അപ്പോ അതുപോലെ ഗുരുനാഥൻ ഈ സംസാരത്തിലാണ് ജീവിക്കുന്നെങ്കിലും അവിടത്തെ ചെളി അവരുടെ പാദങ്ങളിൽ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? വൈരാഗ്യം കൊണ്ട്. നമ്മൾ കണ്ടു, വിവേകം വൈരാഗ്യമാണ് ഗുരുവിന്റെ രണ്ട് ചെരുപ്പുകൾ എന്ന് പറയുന്ന പാദുകങ്ങൾ അല്ലെ. വിവേകം എന്താ, വൈരാഗ്യം. ആദ്യം വിവേകമുണ്ടായി. എന്തുണ്ടായി? നിത്യ അനിത്യ വിവേകം ഉണ്ടായിട്ട് ഇതെല്ലാം ആ ഒരു എന്താ പറയാ അനിത്യമാണെന്ന് കണ്ട് ഇതിനെ ഒന്നും വലിയ വില കൊടുക്കാതെ അവർക്ക് എന്തുണ്ടായി? വൈരാഗ്യം. എല്ലാത്തിനോടും ഒരു ഡിസ്പാഷനേറ്റ്, ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിൽക്കുന്ന ആ ഭാവം. പദാഹൃതാഭ്യാം, ആ പാദങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ് ഈ പാദുകങ്ങൾ. ഈ പാദുകങ്ങൾ എന്താ, ആ കാലുകളെ ധരിച്ചിട്ട് എന്റെ ഗുരു ധരിച്ച പാദുകങ്ങളാണിത്, അതിലോട്ട് ഞാൻ ആകർഷിക്കപ്പെടുന്നു. പാദുകങ്ങൾ എന്ന് പറഞ്ഞാൽ പാദങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പൊ എന്റെ ഗുരുനാഥന്റെ പാദങ്ങളെ അലങ്കരിച്ചിരുന്നവയാണല്ലോ എന്ന ആ ഓർമ്മ എനിക്കുണ്ടാകും. ആ പാദസ്മരണയിലേക്ക് എന്നെ നയിക്കുന്നതാണ് ആ പാദുകങ്ങൾ. അപ്പൊ നാളീ കനീകാശ പദാഹൃതാഭ്യാം, താമര പോലെ മനോഹരമായിരിക്കുന്ന ഗുരുനാഥന്റെ പാദങ്ങളെ അലങ്കരിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന പാദങ്ങൾക്കായിക്കൊണ്ട് എനിക്ക് നമസ്കാരം. അപ്പൊ പാദങ്ങളെ പോലെ കണ്ടു വേണം ആശ്രയിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് അഭിഷേകമൊക്കെ കൊടുക്കുന്നത് അല്ലെ. നമ്മളെ ശ്രീചക്രത്തിന്റെ മേളിൽ വെച്ചിട്ടാ അഭിഷേകം കൊടുക്കുന്ന പാദങ്ങൾക്ക്. അപ്പൊ പാദങ്ങളുടെ സ്ഥാനം എന്താ? താഴെയാണോ? ശ്രീചക്രം വെച്ച് അതിന്റെ പുറത്ത് വെച്ചിട്ട് ദേവിയുടെ പാദകങ്ങളായിട്ട് കണ്ടു തന്നെയാണ് നമ്മൾ ദേവിയെ കാണിച്ചു തരുന്ന ആരും അത് ഗുരുവാണ്. അപ്പൊ ആ ശ്രീചക്രവും അതും ഒരുപോലെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന അഭിഷേകം എല്ലാം തന്നെ. അപ്പൊ ആ ഗുരുപാദകങ്ങൾ എന്താ നമുക്ക് ചെയ്തു തരുന്നത്? നാനാ വിമോഹാദി നിവാരിതാഭ്യാം. കാരണം നമുക്ക് വിമോഹങ്ങൾ, നമ്മുടെ മോഹങ്ങളാണ് ഈ ഒരു ഭ്രാന്തി പ്രത്യയം എന്ന് പറയും. നമ്മൾ ആക്ച്വലായിരിക്കും കാണാതിരിക്കുക, അജ്ഞാനം കൊണ്ട് നമ്മുടെ കണ്ണ് മൂടപ്പെടുക. അതുകൊണ്ട് വിമോഹം, നടക്കാത്ത മോഹങ്ങൾ അല്ലെ, നാനാ വിമോഹാദി നിവാരിതാഭ്യം. എല്ലാ മനുഷ്യർക്കും
എല്ലാ മനുഷ്യർക്കും അജ്ഞാനം കൊണ്ട് മോഹങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വ്യാമോഹങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ? വ്യാമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം തെറ്റിദ്ധാരണകൾ എന്ന് തന്നെയാണ്. നമ്മൾ വിചാരിച്ചു ഇത് നടക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അല്ലെ? എന്താ അത്? തെറ്റായിട്ടുള്ള ധാരണ കൊണ്ട് നമുക്ക് മോഹങ്ങളെല്ലാം തന്നെ, നമുക്കിപ്പോ ആകാശത്ത് ചന്ദ്രനെ വേണം. കൊച്ചുകുട്ടിയായിരിക്കുമ്പോ പറയും അമ്മയുടെ അടുത്ത്, ഇല്ലേ ചന്ദ്രനെ പിടിച്ചു വരും അമ്മേ. അറിയില്ല കുഞ്ഞിന്. അപ്പൊ അമ്മ പറയും ശരി മോനെ എന്നൊക്കെ, മോളെ എന്നൊക്കെ പറയും. താഴെ ഒരു കപ്പ് വെള്ളം കൊണ്ടുവയ്ക്കും, ഇല്ലെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവയ്ക്കും. അപ്പൊ അതാ കണ്ട ചന്ദ്രന്റെ പ്രതിബിംബം അതിൽ കാണിച്ചു കൊടുക്കും. കുട്ടി അതിൽ കൈയിട്ടടിക്കും, ഇല്ലേ ചന്ദ്രനെ കിട്ടി. അപ്പൊ എന്തുകൊണ്ടാ അത്? അത് വ്യാമോഹമാണ്. അമ്മയ്ക്ക് അറിയാം അത് ഒരിക്കലും നടക്കില്ല എന്ന്. കുറച്ച് വളരുമ്പോൾ നമുക്ക് അറിവ് കൊണ്ട് അത് ഇല്ലാതായിട്ട് തീരും. അതുപോലെയാണ് നമ്മൾ തെറ്റിദ്ധാരണകളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് വ്യാമോഹങ്ങൾ ഉണ്ടാക്കാൻ കാരണം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് തീരുന്നത്, അറിവില്ലാത്തത് കൊണ്ട്. പല ശരിയല്ലാത്ത കാര്യങ്ങളെയും അത് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ മോഹം എന്ന് പറയുന്നത്. ഇപ്പൊ വിവേകം ചെയ്യാതെ തെറ്റുകളെ ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്, പല കൺക്ലൂഷൻസും നമ്മൾ എടുക്കുന്നത് ശരിയല്ല. അപ്പൊ അതിന്റെ പേരിലാണ് ജീവിതത്തിലെ പല വിഷമങ്ങളും ഉണ്ടാകുന്നത്, നമുക്ക് വന്നു ചേരുന്നത് അതുകൊണ്ടാണ്. അല്ലെ? മോഹങ്ങളിൽ അടിമപ്പെട്ട്, തെറ്റിദ്ധാരണകൾക്ക് അടിമപ്പെട്ട് ഇരുട്ടത്ത് ജീവിക്കുന്ന കുരുടന്മാരായിട്ട് തീരുന്നു നമ്മളൊക്കെ തന്നെ. എന്നാൽ ഗുരുനാഥന്റെ പാദത്തിൽ എത്തുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ആ ഗുരുനാഥൻ നമ്മുടെ കണ്ണ് തുറന്ന് നമ്മുടെ തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റി, ഇങ്ങനെ അല്ല കാണേണ്ടത്, നിങ്ങൾ വിചാരിച്ചതൊന്നും സത്യമല്ല, സത്യം അന്വേഷിക്കാതെയാണ് മുൻവിധികൾ എടുക്കുന്നത്. അല്ലെ? മിന്നുന്നതെല്ലാം പൊന്നല്ല, പൊന്ന് പൊന്ന് തന്നെയാണ്. അല്ലെ? നമ്മൾ മിന്നുന്നതിനെ കണ്ടിട്ട് പൊന്നാണെന്ന് വിചാരിക്കുന്ന പലരുടെയും ക്യാരക്ടർ, സ്വഭാവം അറിയാതെ നമ്മൾ അവരുമായിട്ട് ചേരണു. കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരെ, എന്താ പറയാ, നമ്മൾ പല സത്യങ്ങളും അറിയുമ്പോൾ ഞെട്ടിപ്പോണു. അല്ലെ? തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമ്മൾ വിചാരിച്ചു, അപ്പൊ നമ്മൾ എന്താ പറയണത്? എനിക്ക് അറിയില്ലായിരുന്നു, നമ്മൾ വിചാരിച്ചു അവര് നല്ലതാണ്, എനിക്കിങ്ങനെ അവനവന്റെ അനുഭവങ്ങളാണ് അവനവന് കണ്ണു തുറക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണകളിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തരണു, നമ്മൾ എടുക്കുന്ന അഭിപ്രായം ഒന്നും ഒരാളെ കുറിച്ച് 99% ശരിയായിരിക്കില്ല. നമ്മൾ ദൂരെ കാണുന്നതൊന്നും സത്യമല്ല. അല്ലെ? അതുകൊണ്ടാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല. പണ്ടേ ഉള്ള ഒരു പ്രോവർബാണ്. അല്ലെ? ഈ കാണുന്നതൊന്നും തന്നെ നമ്മൾ വിശ്വസിക്കരുത്. എന്ത് വേണം? നല്ലവണ്ണം ഉരച്ചു നോക്കണം. ഇപ്പൊ മിന്നുന്നത് കണ്ട ഉടനെ തന്നെ അതിന് വില കൊടുത്ത് വാങ്ങരുത്. ഇതെല്ലാം ഗോൾഡ് പോലെ ഇരിക്കുന്ന ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ്. അല്ലെ? 916 എന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ തരുന്നു. അതിലും ഇപ്പൊ 20% കലർപ്പാണ്. എന്നിട്ട് നമുക്ക് അതുപോലെ ഇരിക്കുന്ന ഡിറ്റോ ആയിരിക്കുന്ന ഗോൾഡ് കവറിങ് 1 gram ഗോൾഡും തരുന്നുണ്ട്. എന്താ വ്യത്യാസം? നമുക്ക് കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കും. നമ്മുടെ കണ്ണുകൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവില്ല. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ ഇത്രയും വില, ഒരു സ്വർണത്തിന് ഇന്ന് 50,000 രൂപയോളം വിലയാണ്. അപ്പൊ അത് കൊടുത്തിട്ട് നമ്മൾ ഗോൾഡ് കവറിങ് വെറും 1000-ഓ 2000-ഓ രൂപ കൊടുത്ത് തെറ്റിദ്ധരിച്ച് മേടിച്ചാൽ നമുക്ക് എന്താ വരുന്നത്? ആദ്യം ധനനഷ്ടം വരും, പിന്നെയോ അത് നമ്മളെ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ വരും. ഇത് രണ്ടുമാണ് ലോകത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ അതിനെ ഉരച്ചു നോക്കണം. അല്ലെ? ഗ്യാരണ്ടി നോക്കണം. ഉരച്ചു നോക്കി പറയാൻ പറ്റുന്നവരെ കണ്ട് അത് തീരുമാനിക്കണം, കൊണ്ടുപോയി കാണിക്കണം. തട്ടാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഗോൾഡ് സ്മിത്ത്, അല്ലെ? ഗോൾഡിനെ ഉരുക്കി പല ആഭരണങ്ങളാക്കുന്നതിനാണ് ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് എന്ത് വേണം? നമ്മളിത് ഉരച്ചു നോക്കണം. ഇപ്പൊ 916 എന്നൊരു ഹോൾമാർക്ക് തരുന്നോണ്ട് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ പണ്ട് എന്താ ചെയ്യുക? തട്ടാന്റെ അടുത്ത് കൊണ്ടുപോയി തട്ടാൻ അത് ഉരച്ചു നോക്കും, അല്ലെ? അത് അങ്ങനെ ഉരച്ചു നോക്കി പറയുന്നവരെ കണ്ടിട്ട് വേണം നമുക്ക് അത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാം. അതുപോലെയാണ് ഈ ലോകത്തില് ഓരോ വസ്തുക്കളും നമുക്ക് ഉരച്ചു നോക്കി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് വേണം ഉരയ്ക്കാൻ. അല്ല വേറൊരാളുടെ അടുത്ത് കൊണ്ടുപോയി നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും ഉരച്ചു നോക്കാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. നമുക്ക് ആ ബുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് എന്താ, ഗുരുനാഥനോട് ചോദിച്ച് മനസ്സിലാക്കണം. ഗുരു അനുഗ്രഹമാണ് ബുദ്ധിക്ക് തെളിച്ചം നൽകുന്നത്. ബുദ്ധി ഉണ്ടായിട്ടും അത് പ്രയോഗിക്കാതിരുന്ന പ്രയോജനമുണ്ടോ? അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാല് ആ ഒരു ഗുരു ദർശനങ്ങൾ നമ്മളതെ പഠിപ്പിച്ചു തരും. ഏത് കാര്യത്തിന്റെ, ഒരു കാര്യത്തിന്റെ ആ ഒരു ആംഗിള് കണ്ട് കൺക്ലൂഡ് ചെയ്യരുത്. കാരണം എന്താ, പല ആംഗിളുകൾ കാണേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അന്ധൻ ആനയെ കാണുന്ന പോലെ ഇരിക്കും. എല്ലാ ഭാഗത്തും സമഗ്രമായിട്ട് നമ്മൾ വീക്ഷിക്കണം. ഇപ്പൊ കാള പറ്റൂ എന്ന് കേട്ട ഉടനെ കയറെടുക്കാന്നൊരിതുണ്ടല്ലേ? അവരെ എന്താ നമ്മൾ വിളിക്കുന്നത്? മൂഢന്മാരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വരാതിരിക്കാൻ, ഒരാളെ കുറിച്ച് എന്തെങ്കിലും കേട്ടാല് അവരുടെ സ്വഭാവം, അല്ലെ അവരുടെ അനുഭവം വെച്ച് നമ്മുടെ അനുഭവം ആദ്യം നോക്കണം. നമുക്ക് എന്തായിരുന്നു, പിന്നെ അവർക്ക് നമ്മളെ ഉപേക്ഷിക്കണമെങ്കിൽ ഓക്കെ, ആരെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഉപേക്ഷിച്ച് പോകുന്നവരെ വിട്ടേക്കുക. ഒരിക്കലും അവരെ അനുനയിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഒരിക്കലും അവരെന്തൊക്കെയോ ഫോൾസ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടാവാം, ശരിയായിട്ടുള്ള അറിയില്ല നമുക്ക് എന്ത് കാര്യം എന്ന്.
ഈശ്വരന്റെ കീഴിൽ വരുമ്പോൾ നമ്മളത് പേഴ്സണൽ മാറ്റേഴ്സ്, മെറ്റീരിയൽ വേറെ, സ്പിരിച്വൽ വേറെ. സ്പിരിച്വാലിറ്റിയിൽ ഒരാൾക്ക് ഒരു പാത വേണ്ടാന്ന് കഴിഞ്ഞാല് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ അനുനയിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തരുത്. മഹാപാപമാണ്. കാരണം ഈശ്വരനെയാണ് അവിടെ നിന്ദ ചെയ്യുന്നത്. അത് നിർത്തുന്ന ആൾക്കും കുറ്റമാണ്, പോകുന്ന ആൾക്കും കുറ്റമാണ്. ഒരാൾക്ക് ഒരു പാത വേണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, വിട്ടേക്ക് അവരെ. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ഒരിക്കലും ഒന്നിലും എടുത്തു ചാടരുത്, മൂഢന്മാരായി പോകരുത്. ഒരാളെ കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ അവരുടെ സ്വഭാവം നമ്മുടെ അനുഭവം വെച്ച് വേണം നമ്മൾ വിലയിരുത്താൻ. ജാഗ്രതയോടെ നിരീക്ഷിച്ച് മറ്റു പലരുടെയും അഭിപ്രായം തിരക്കി നിരീക്ഷിച്ച് പരീക്ഷിച്ചെന്നേ നമ്മൾ പറയാറുണ്ട്. ബോധ്യം വന്നിട്ട് മാത്രമേ നമ്മൾ അഭിപ്രായം പറയാവൂ. ശരിക്കും ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് മന്ത്രദീക്ഷാ സമ്പ്രദായത്തിലാണ്. മന്ത്രം കൊടുക്കുന്നത് നിരീക്ഷിച്ച് പരീക്ഷിച്ച് അവരെ നല്ലവണ്ണം അറിഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ആ ഒരു പാപഭാരം മുഴുവനും കൊടുക്കുന്ന ആളിന്റെ തലയിൽ വന്ന് വീഴും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അനുഭവമാണ് എൻ്റെ. കാരണം നമ്മൾ ഒരാളെ നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും ഒന്നുള്ള സമയം കിട്ടുന്നില്ല. നമ്മൾ ഭാഗ്യമായിട്ട് അവര് നന്നായിട്ട് ചെയ്യും, അല്ലേ? അവർക്ക് പരമ്പരയോട് ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കും. അല്ലാത്ത വേറൊരു കൊടുക്കൽ വാങ്ങലുകളും അവരുമായിട്ട് ഉണ്ടാവില്ല. പക്ഷെ ഏതോ ജന്മത്തെ വാസന പ്രേരിതമായിട്ടായിരിക്കും അവർ ആ പരമ്പര വന്ന് എന്തിലൊക്കെയോ ആകർഷിക്കപ്പെട്ടിട്ടായിരിക്കും ദേവിയുടെ മന്ത്രങ്ങളൊക്കെ വന്ന് എടുക്കുക. പക്ഷെ കാലക്രമേണ അവര് എന്താ പറയാ, കള്ള നാണയമാണ്, ഇതിൽ ഉറച്ചു നിൽക്കാത്തവരാണ്, ദേവിയെ നിന്ദിക്കുന്നതാണ്. അങ്ങനെ കൊടുക്കുന്ന മഹാമന്ത്രങ്ങളൊക്കെ തന്നെ കൊടുക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ ആദ്യം ബാധിക്കുക. പിന്നെ കിട്ടുന്ന ആൾക്കുള്ളൂ. കിട്ടുന്ന ആളുടേത് വേറെ, കൊടുക്കുന്ന ആളുടെ വേറെ. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഈ പറയുന്ന കാര്യങ്ങൾ മെറ്റീരിയലിൽ നമുക്ക് കുറച്ച് മെറ്റീരിയൽ ലോസ് ഉണ്ടായി എന്ന് പറയാം. പക്ഷെ സ്പിരിച്വലി വരുമ്പോൾ അത് വലിയൊരു പതനമാണ് അവിടെ സംഭവിക്കുക. മഹാപാപങ്ങളാണ് നമുക്ക് വന്നു ചേരുക. ഈശ്വരനെ പറ്റിക്കുക എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ധനം പോയാലോ നമ്മുടെ കുറച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ നമുക്കത് ഉണ്ടാക്കാം, ഇല്ല? ഈവൻ നമുക്ക് ആരോഗ്യം പോലും വീണ്ടെടുക്കാം. പക്ഷെ നമ്മുടെ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ക്യാരക്ടർ അസാസിനേഷൻ എന്നാ പറയുന്നത്. ഒരാൾ വന്ന് നമ്മളോട് മന്ത്രം ചോദിച്ചു, മന്ത്രം എടുത്തു, അതിനോട് ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വ്യക്തിയെ നമുക്കൊരു ഒരു എന്താ പറയാ, നമുക്ക് വിശ്വാസം ഇല്ലാത്ത ഒരാളെ ഈശ്വരന്റെ ആ ഗുരു പരമ്പരക്കകത്ത് കയറ്റി അവർക്ക് മന്ത്രദീക്ഷ കൊടുത്താൽ പ്രകൃതി മൊത്തം നമുക്ക് വിരോധമാകും. കാരണം ദേവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപിണിയാണ്. ഓരോ ദേവതയും അമ്മയുടെയാണ്. ശക്തി എന്ന് പറഞ്ഞാലേ ദേവിയാണ്. അവിടെ അതിനെ നിരാകരിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെ ആദ്യം കയറ്റിയ ആൾക്ക്, നമ്മൾ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തും. ഒരു കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നന്നായിട്ട് വളർത്തിയില്ല, വളർത്തു ദോഷം എന്ന് പറയും നമ്മള്. സ്കൂളില് ചേർക്കുമ്പോ അവിടെ നമുക്ക് എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് തരുമ്പോ എന്താ പറയുക, കുട്ടിക്ക് ബാഡ് ക്യാരക്ടർ ആണെന്ന് പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് തരില്ല. വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. എന്താ കാര്യം? അവിടെ നന്നായിട്ട് ബിഹേവ് ചെയ്തില്ല. അപ്പൊ എവിടെയും നമുക്ക് നമ്മുടെ സ്വഭാവത്തിന് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉണ്ട്. നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട്, മോശമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അവിടെ അഡ്മിഷൻ ഇല്ല, അവിടുന്ന് പറഞ്ഞു വിടും, ടി സി കൊടുത്തില്ലേ, വേറൊരു സ്കൂളിൽ ചെന്ന് ചേർക്കുക. എന്താ ഇതിന് കാരണം? നമ്മൾ നമ്മൾ എടുക്കുന്നതിന് ആ ഒരു ഡെഡിക്കേഷൻ, അതിനൊരു വിശ്വാസ യോഗ്യത നമ്മൾ കാണിക്കണം. ഇല്ലെങ്കിൽ അവരിൽ ഗുരുക്കന്മാർക്ക് വിശ്വാസം നഷ്ടപ്പെടും. അവർക്ക് വെറുതെ കൊടുത്തല്ലോ എന്ന് അവർ ദുഃഖിക്കും. ഗുരുശാപം എന്ന് പറയുന്നത് ഒരു പരമ്പരയുടെ ശാപമായിട്ട് തീരും. അത് നമുക്ക് ഒരു കാലം ഈശ്വരനെ അറിയാൻ പറ്റാത്ത അത്രയും വലിയ അന്ധകാരത്തിലേക്ക് നമ്മൾ വീണുപോകും. അതുകൊണ്ടാണ് ഇതിന് വീണ്ടും വീണ്ടും പറയുന്നത്. എത്ര പറഞ്ഞാലും അതിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത 98% ആൾക്കാരും ഉണ്ട്, ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എത്ര പറഞ്ഞാലും മൂഢന്മാരെ പോലെ വീണ്ടും അത് കേൾക്കും, ആ സമയം കഴിയുമ്പോൾ അത് കളയുക. അപ്പൊ നമ്മൾ ഈ പറയുന്നത് എല്ലാം തന്നെ ഈ ഗുരുപാദക സ്തോത്രത്തിൽ ഇത് പറയാൻ കാരണം എന്താ? ഗുരുവിനെ ആശ്രയിക്കുന്നവർ ഗുരുവിനെ ടോട്ടലി വിശ്വസിക്കണം. അവര് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് ചെയ്യാത്തവർക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഒരച്ചു നോക്കണം എന്ന്. അവരുടെ സ്വഭാവം നന്നായിട്ട് ഒരച്ചു നോക്കി അവരെ അനുഭവം വെച്ചിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ. ജാഗ്രതയോടെ നിരീക്ഷിക്കണം, അഭിപ്രായം തിരക്കണം. ഇവര് നല്ലവരാണോ? നിരീക്ഷിച്ച് പരീക്ഷിച്ച് 3 വർഷം ബാലയും ഗണപതിയും ഒക്കെ കൊടുത്ത് പുരസ്കരണം കഴിഞ്ഞതിന് ശേഷമേ പഞ്ചദശി കൊടുക്കാറുള്ളൂ. അപ്പൊ നമ്മുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായത്തിൽ, നമ്മുടെ ബുദ്ധിയില് അത് എന്താ പറയാ, അറിയാത്തതിനെ കുറിച്ച് നമ്മള് കണ്ടുടനെ കണ്ടിട്ട് അവർക്ക് മന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ദുഃഖങ്ങള് എല്ലാം തന്നെ നമ്മൾ തന്നെ അനുഭവിച്ചു തീരണം. എടുത്തവരും കൊടുത്തവരും എല്ലാം തന്നെ. ആ ഒരു എന്താ പറയാ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം മരണശേഷവും നമ്മളെ പിന്തുടരുന്നുണ്ട്. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. അല്ലാത്തതെല്ലാം നമുക്കതിന് പോംവഴികളുണ്ട്. ഈശ്വരനെ പറ്റിക്കുന്നതിൽ പോംവഴിയില്ല. അതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് അല്ല. നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ വഞ്ചിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ കർമ്മത്തെ വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, അത് എല്ലാവർക്കും ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മോശം കാര്യങ്ങൾ പറയാനാണ് എളുപ്പം.
എല്ലാവർക്കും എന്തെങ്കിലും കുറ്റം അവനവന് സംഭവിച്ചാൽ അത് ബാക്കിയുള്ളവരുടെ പുറത്തിടാൻ ഭയങ്കര എളുപ്പമാണ് അല്ലെ? അതുകൊണ്ട് അനുഭവം വരാതെ നമ്മൾ തീരുമാനം എടുക്കരുത്. നല്ല ബന്ധങ്ങളാണ് ഇങ്ങനെയുള്ളത് തകർന്നു പോകുന്നത്. പ്രത്യേകിച്ച് എന്താ, ഒരു മന്ത്രം കൊടുത്തു, അത് കൊണ്ടുപോകാൻ പറ്റിയില്ല അല്ലെ? അപ്പൊ ആ പരസ്പര സ്നേഹ വിശ്വാസങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. കുറച്ച് നിമിഷങ്ങൾ മതി തെറ്റിദ്ധാരണകൾ വന്ന് പരസ്പര വിശ്വാസം. നമ്മൾ പറയും എങ്ങനെ അവർക്കത് സംഭവിച്ചു? എത്രയോ അനുഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു അല്ലെ? അപ്പോ ആ ഒരു വിശ്വാസങ്ങൾ തകരാനായിട്ട് കുറച്ച് നിമിഷങ്ങളെ തെറ്റിദ്ധാരണകൾ മതി. അപ്പൊ വിവേകം, വിചാരം, പരീക്ഷണം, നിരീക്ഷണം ഇതെല്ലാം തന്നെ ഒരു സാധകന് അത്യാവശ്യമാണ്. ഒരു ഗുരുവിന് അതിലും വലുതായിട്ട് അത്യാവശ്യമാണ്. നമുക്ക് ആരോടും അവരുടെ ഒരു സിമ്പത്തറ്റിക് സ്റ്റേറ്റ് കണ്ടിട്ട് അവർ വിഷമഘട്ടത്തിൽ വന്ന് എന്തും പറയും അല്ലെ? ഞാൻ എന്റെ ദേവിയെ കൊണ്ടു നടക്കും, ദേവിയാണ് എനിക്കെല്ലാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ വീണു പോകും. കാരണം നമുക്ക് ഈശ്വരനെ എന്താ പറയാ നമ്മുടേതാണെന്ന് പറഞ്ഞ് നിൽക്കാൻ ഒരു അധികാരമില്ല. എല്ലാവർക്കും ഉള്ളതാണ് ഈശ്വരൻ. അപ്പൊ ഈ മന്ത്രം കൊണ്ട് അവർ രക്ഷപ്പെടട്ടെ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടെ ആയിരിക്കും മന്ത്രദീക്ഷ കൊടുക്കുക. പക്ഷെ കൊടുത്തു കഴിഞ്ഞോ 5-10 വർഷം പോലും ബാലാപുരസ്സരണം തീരാത്തവരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഗുരുപരമ്പരയോടുള്ള നിന്ദയാ കാണിക്കുന്നത്. അവനവന്റെ ഈശ്വരനോട് അതൊരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ നിരീക്ഷണ പരീക്ഷണങ്ങളൊന്നും ചെയ്യാതെ നമ്മുടെ ആ ലിമിറ്റഡ് ആയിരിക്കുന്ന അനുഭവം കൊണ്ട് അല്ലെ, കാണുമ്പോൾ ഉള്ള അവര് വിശ്വാസ യോഗ്യതയുള്ള സംസാരം കൊണ്ട് എനിക്കിത് വേണമെന്ന് പറയണതിൽ വിശ്വസിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത്. അതൊരിക്കലും ഗുരുപരമ്പരയോടോ ഈശ്വരനോടോ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ സാധകൻ എന്താ വേണ്ടത്? അവർക്ക് വിവേകം വേണം, വിചാരം വേണം, പരീക്ഷണ നിരീക്ഷണങ്ങൾ വേണം. അപ്പൊ എല്ലാവരും പറയുന്ന കേട്ട മനസ്സിന്റെ ശാന്തി കളയരുത്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം, നമ്മുടേത് മാത്രമായിരിക്കണം. അങ്ങനെ നാനാവിമോഹം ആദി കാര്യങ്ങളെ മാറ്റിയാല് ആ ഒരു ഗുരുസ്മരണ കൊണ്ട് പല ദുർഗുണങ്ങളും, അതായത് കാമം, ക്രോധം, രാഗദ്വേഷം, ലോഭം, മോഹം, മതം, മാത്സര്യം എല്ലാം നമ്മളെ വിട്ടുപോകും. ഇവയെല്ലാം നമ്മളോട് ആ പിടിച്ചു നിർത്തുന്ന ഘടകം, അതായത് തെറ്റിദ്ധാരണ എന്ന് പറയുന്ന ഒരു മോഹമാണ് അല്ലെ? ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്ന എന്താ, അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ മോഹം? മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. അപ്പൊ വിമോഹം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഭയങ്കരമായിരിക്കുന്ന മോഹം, അതായത് ഈ കാണപ്പെട്ട ഈ പ്രപഞ്ചം അല്ലെ, ഈ ജഗത്തിലുള്ള സത്യത്വ ബുദ്ധിതാണ് മഹാമോഹം എന്ന് പറയുന്നത്. മഹാമായ പ്രയശ്ചതി, അമ്മ മായയായിട്ട് നിന്ന് നമ്മളെ മഹാമോഹത്തിന് പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലും നമ്മുടെ ശരീരത്തിലുമുള്ള സത്യത്വ ബുദ്ധി തന്നെയാണ്. പ്രപഞ്ചം സത്യമാണ് അല്ലെ, ഞാൻ ഈ ശരീരമാണ്. ഇത് രണ്ടും എന്താ മഹാമോഹങ്ങളാണ് അല്ലെ? പ്രപഞ്ച സത്യമല്ല, ശരീരവും സത്യമല്ല. അപ്പൊ ഞാൻ അല്ലാത്തതിൽ ഞാൻ എന്ന് പറയുന്ന ബുദ്ധി, ഞാൻ ആരെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ലോകം സത്യമാണെന്ന് എല്ലാവരും പറഞ്ഞു, ഞാനും സത്യമെന്ന് വിശ്വസിക്കുന്നു. അന്വേഷണം ചെയ്തില്ല. അപ്പൊ അതിൽ എത്ര വിശ്വാസതയുണ്ടെന്ന് ചിന്തിച്ചില്ല. അപ്പൊ ബുദ്ധിയില്ലായിരുന്നു. ബുദ്ധി എന്ന് പറഞ്ഞത് എല്ലാവർക്കും കൊടുത്തിട്ടില്ലേ? മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു വസ്തുതയാണല്ലേ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിൽ ബുദ്ധി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബുദ്ധിയെ നമ്മൾ ഉപയോഗിച്ചില്ല. ഇവയൊക്കെ നീക്കി തരുന്ന, മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്യുന്ന ആ ഒരു പ്രതിഭാസമാണ് ഗുരു. ഗുരുപാദകങ്ങള് ആ സത്യത്തിലേക്ക്, ആ തത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. എല്ലാ മോഹങ്ങളെയും നീക്കി സത്യത്തിലേക്ക് നയിക്കുന്നതാണ് ഗുരുപാദകങ്ങൾ. പിന്നെന്താ ചെയ്യുന്നത്? നമജ്ജനാഭീഷ്ട തതിപ്രദാഭ്യാം. ഗുരുപാദകങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുരുപാദകങ്ങൾ എന്ന് ആ ഗുരുപാദകങ്ങളെ നമസ്കരിക്കുന്നവര്, ഗുരുവിനെയും ഗുരു തത്വത്തെയും ബഹുമാനിക്കുന്നവര് ആ ഗുരുപാദകങ്ങളാകുന്ന പ്രതീകങ്ങളിൽ നമസ്കരിക്കുമ്പോൾ എന്താണ്? അവരുടെ അഭീഷ്ട തതി, അഭീഷ്ടങ്ങള്, ആഗ്രഹങ്ങളുടെ കൂട്ടം, തതി എന്ന് പറഞ്ഞ കൂട്ടം, അവയെ പ്രദാഭ്യാം, പ്രദാനം ചെയ്യുന്നവയാണ് അല്ലെ? അപ്പോ എന്ത് അഭീഷ്ടങ്ങളോട് കൂടിയാണോ ഗുരുവിനെ നമസ്കരിക്കുന്നത് അത് നടത്തി കൊടുക്കുന്നത് ഗുരുവിന്റെ ഉള്ളിലിരിക്കുന്ന, ഗുരു കാണിച്ചു തരുന്ന ഈശ്വരനാണ്. ഗുരു ഒരു വെറും ഒരു ദേഹത്തിന് ഉടമസ്ഥയാണ് അല്ലെ? ആ ഉടമസ്ഥനായിരിക്കാം. പക്ഷെ ഗുരു ആര്? ഈശ്വരനാണ് ഗുരുവിലൂടെ പ്രവർത്തിക്കുന്നത്. അത് നടക്കട്ടെ, നന്നായി വരട്ടെ, അത് നടക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അത് ഈശ്വരൻ നടത്തി കൊടുക്കും. അവിടെയാണ് ഗുരുവിന്റെ സത്യസന്ധത. ഗുരു അങ്ങനെ നമുക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് കർമ്മങ്ങൾ, ഈ എടുക്കുന്ന എല്ലാ കർമ്മങ്ങളും ദഹിപ്പിച്ച് കളയാനുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് പ്യൂരിറ്റി, ഒരു കണ്ണാടി പോലെ ട്രാൻസ്പാരന്റ് ആയിരുന്നെങ്കിൽ മാത്രമേ തന്നെ നമസ്കരിക്കുന്ന ആ ഒരു ശിഷ്യർക്ക് ഈ ഗുണങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമുക്കെല്ലാം നടക്കും പറഞ്ഞിട്ട് കാര്യമില്ല. പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാവണം.
അപ്പോ നമുക്കറിയാം ആ ഒരു എന്താ പറയാ പത്മപാദാചാര്യരുടെ ഗുരുവിലുള്ള ഉറച്ച വിശ്വാസം അല്ലെ അതിന്റെ പ്രതീകമാണ്. കാരണം ഇത് ശങ്കര ഭഗവത്പാദർ രചിച്ച സ്തോത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ എത്ര ശിഷ്യരുടെ തോടകാചാര്യരുടെ നമ്മൾ കേട്ടു അല്ലെ. ഒരു ജോലിക്കാരനെ പോലെ ജോലി ചെയ്ത ആളാണ് തോടകാഷ്ടകം എന്ന പേരിൽ 8 ശ്ലോകങ്ങള് ഗുരുവിനെ കുറിച്ച് എഴുതിയത്. അപ്പൊ അതുപോലെ പത്മപാദർ അദ്ദേഹം എന്താ പറയാ ആ ഒരു ഉറച്ച വിശ്വാസത്തിന്റെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഗുരുഭക്തിയുടെ ശങ്കരാചാര്യരുടെ തന്നെ ശിഷ്യനാണ് ഈ പത്മപാദര്. നദിയുടെ മറുകരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു അല്ലെ. അദ്ദേഹം നദിയാണെന്ന് പോലും ചിന്തിച്ചില്ല, വെള്ളത്തിന്റെ പുറത്തുകൂടെ നടന്നു പോവാണ്. അദ്ദേഹത്തിന്റെ ഓരോ പാദം വെച്ചെടുത്തും ഓരോ താമര വിരിഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹം പത്മപാദരായിട്ട് അറിയപ്പെട്ടു അല്ലെ. ഇതാണ് ശരിക്കും ഫെയ്ത്ത് ഇൻ സദ്ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം വേറെ ഒന്നും നോക്കിയില്ല, നടന്നങ്ങ് പോയി. എന്നാൽ ഇത് സിംബോളിക്കായിട്ട് പറയാറുണ്ട്, ഫെയ്ത്ത് ഇൻ സദ്ഗുരു ആൻഡ് വാക്ക് എന്ന്. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഗുരുവിൽ വിശ്വാസം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടക്കാം. അവിടെ വെള്ളമാണോ തീയാണോ നോക്കേണ്ടത്, അത് ഗുരുവിന്റെ ചുമതലയാണ് ആ ശിഷ്യനെ രക്ഷിക്കുക എന്നുള്ളത്. ശരി, ഇത് സിംബോളിക്കായിട്ട് പറയുന്നതാണ് ഫെയ്ത്ത് ഇൻ സദ്ഗുരു ആൻഡ് വാക്ക് എന്ന്. കാരണം അങ്ങനെ വേണം നമ്മൾ ഗുരുവിന്റെ അടുത്ത്. റിമൂവിങ് ദാറ്റ് ഡില്യൂഷൻ, നാനാവിമോഹങ്ങൾ, ആ ഡില്യൂഷനെ മാറ്റിത്തരുന്നത് നമ്മുടെ ഈ പ്രൈമറി ഡില്യൂഷൻ എന്താ? ഈ പറഞ്ഞ പ്രകൃതി സത്യമാണ്, ഞാൻ സത്യമാണ്, ശരീര സത്യമാണ്. അത് ആദ്യം മാറ്റണം അല്ലെ. അത് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് വരുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞ ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ പാസ്റ്റ് ആൻഡ് എന്താ പറയാ ഫ്യൂച്ചർ ആൻഡ് ലിവിങ് ഇൻ ദ പ്രസന്റ്. നമ്മൾ എപ്പോഴും ആ ഒരു പാസ്റ്റിൽ നിൽക്കണോ, നമുക്ക് ഫ്യൂച്ചർ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കണോ, എന്നിട്ട് നമ്മൾ ഇപ്പൊ ജീവിക്കാതിരിക്കണോ. അപ്പൊ തന്റെ ഹൃദയത്തിൽ ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹം വിളിച്ചാല് ആ ജലം ഉണ്ടോന്ന് പോലും നോക്കാതെ ഒരു ശിഷ്യൻ നടന്ന് തരണം ചെയ്യും. ഇതിനെയാണ് നമ്മൾ സംസാര സാഗര തരണം, ക്ലേശഹരണം എന്നൊക്കെ പറയുന്നത്. ചിന്മയാനന്ദ സ്വാമികൾ വളരെ മനോഹരമായിട്ട് ഇതിനെ വിവരിക്കാറുണ്ട്. കാരണം ഈ ശരീരം നിലനിർത്തുന്നത് BMI എന്ന് പറയും അല്ലെ. BMI ചാർട്ട് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആ BMI എന്ന് പറയുന്നത് എന്താ, ആ BMI ചാർട്ട് ശരിക്കും പറഞ്ഞാൽ നാരായണൻ ഓം എന്ന് പറഞ്ഞിട്ടാണ് താഴെ. ഓം എന്ന് പറഞ്ഞാൽ എന്താ? ഓം എന്ന് പറഞ്ഞാൽ ആ സത്യമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മതത്വത്തെയാണ് ഓംകാരം. അപ്പോ അതിന്റെ തൊട്ട് താഴെ അദ്ദേഹം എഴുതാറുണ്ട് ബോഡി മൈൻഡ് ഇന്റലക്ട്, അതിനെയാണ് BMI എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട് മേളിലുള്ള ഓമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ലൈനിൽ നിൽക്കുന്ന BMI നിൽക്കുന്നത്, ബോഡി മൈൻഡ് ഇന്റലക്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ നാരായണൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി, ആ ഓം, ആ ശരീരത്തിന്റെ സുഖദുഃഖങ്ങൾക്കെല്ലാം അപ്പുറത്താണ്. ആ നാരായണിൽ നിന്നാണ് ഈ ശരീരം വന്നിരിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ആദ്യത്തെ ഒരു എന്താ പറയാ ഏറ്റവും മുകളിൽ ഓമിനെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അതിന്റെ തൊട്ട് താഴെയാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരം ഒരു കോംപ്ലക്സ് ആണ്, ബോഡി മൈൻഡ് ഇന്റലക്ട് കോംപ്ലക്സ് അല്ലെ. അപ്പൊ ആ എവിടുന്ന് നമ്മൾ വന്നേക്കുന്നത്? ഓമിൽ നിന്ന്. ഓം എന്ന് പറഞ്ഞാൽ പ്യുവർ ആണ്, പൂർണ്ണമാണ്. അപ്പൊ ഈ നാരായണൻ എന്ന് പറയുന്ന ബ്രഹ്മതത്വം എന്താ? ശരീരത്തിന് അപ്പുറത്താണ് അല്ലെ, എത്രയോ മുകളിലാണ് ഓം നിൽക്കുന്നത്. അപ്പൊ ആ ശരീരത്തിന്റെ സുഖദുഃഖങ്ങൾ നമുക്കാണ്, ശരീരത്തിനാണ് സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് എന്താ? ശരീരമായിട്ടാണ്. നമ്മൾ ഓമിനെ കാണുന്ന എന്താ? നമ്മുടെ ചെറിയ ലിമിറ്റഡ് ബുദ്ധിയിൽ നമ്മൾ വിചാരിക്കുന്നു ഈ ഈശ്വരൻ, ആ ഓമിൽ നിന്ന് നമ്മൾ വന്നവരാണ്, നമ്മൾ സെപ്പറേറ്റ് ആണെന്ന്. നമ്മൾ സെപ്പറേറ്റ് ആണോ? അല്ല, അത് തന്നെ ഇതായിട്ട് മാറിയിരിക്കുക. നമുക്ക് അവിടെ എന്താ പറയാ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞ് വേറൊരു കുറച്ച് സാധനങ്ങൾ എടുത്ത് ഉണ്ടാക്കി വേറൊരാൾ, ഇപ്പൊ ഒരു ആർക്കിടെക്ട് ഒരു കെട്ടിടം വയ്ക്കും പോലെ അല്ല ഈ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഓം തന്നെ, ആ ദേവി തന്നെ, ശിവൻ തന്നെ അതായിട്ട് വേറൊന്നായിട്ട് മാറുകയാണ്. അപ്പൊ അതിനെയാണ് ഈ BMI അല്ലെ. അത് എന്തായിട്ട് മാറണു? ശരീരമാവണു, മനസ്സാകുന്നു, ബുദ്ധിയാകുന്നു. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ മാറിയപ്പോ നമുക്ക് ഓമിനെ അറിയാതെ പോയി. അപ്പൊ എന്നാൽ ഞാൻ എന്നുള്ളത് എന്താ? എന്റെ യഥാർത്ഥ സ്വരൂപമാണെന്ന് അറിയുന്ന ആ ഒരു യാത്രയാണ് നമ്മൾ. ഓരോ സാധകനും എന്താ ഈ നമ്മൾ ഈ ഓമിനെ അറിയാനുള്ള ഒരു വഴിയാണ് നമ്മള്. പരബ്രഹ്മം ഇല്ലേ, പരതത്വം, പരശിവൻ. മാറി വന്നവർക്ക് തിരിച്ച് നമ്മൾ ആരാണെന്ന് അറിയണ്ടേ. അതിനെയാണ് നമ്മൾ യഥാർത്ഥ സ്വരൂപത്തിന് അറിയാനുള്ള യാത്രയിലാണ് സാധകൻ എന്ന് പറയാൻ കാരണം. നമ്മൾ എപ്പോഴും നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയാറുണ്ട് സ്പിരിച്വാലിറ്റി ഈസ് എ ബ്രിഡ്ജ് that is seen in the body and the soul or self. അപ്പൊ ശരിക്കും പറഞ്ഞ സ്പിരിച്വാലിറ്റി ഒരു ബ്രിഡ്ജാണ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സോൾ ആൻഡ് ദ സെൽഫ്. സോൾ എന്ന് പറഞ്ഞാൽ സെൽഫ് തന്നെയാണ്. അപ്പൊ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിട്ടുവന്ന ഓമിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് അവിടെ. അതിലൂടെ നമ്മൾ തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. നമ്മൾ എവിടുന്നാ വന്നത് അല്ലേ. അപ്പൊ അദ്ദേഹം പറയാറുണ്ട് വെയ്ക്കർ ആൻഡ് ഡ്രീമർ. വെയ്ക്കർ എന്ന് പറഞ്ഞാൽ ഉണർന്നവൻ, ഇത് അറിഞ്ഞവൻ, അതിനെ ഉണർന്നവൻ, ജാഗ്രതയിലിരിക്കുന്നവൻ. അവൻ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പ്രാകൃത ഉറക്കമല്ല.
അവൻ ശരീരത്തിലിരുന്ന് അവന്റെ അജ്ഞാനത്തെ കളഞ്ഞിട്ട് ആ സത്യത്തെ അറിഞ്ഞവനെയാണ് നമ്മൾ വെയ്ക്കർ എന്ന് പറയുന്നത്. ഡ്രീമറോ, സ്വപ്നം കണ്ടുകൊണ്ട് സദാ സ്വപ്നാവസ്ഥയിൽ കഴിയുന്നവൻ. ശരീരം ശരിയാണ്, ജഗത്താണ് സത്യം, ഇല്ലേ? അപ്പൊ ഈ അകലം കുറയ്ക്കുന്ന ബ്രിഡ്ജിനെയാണ് നമ്മൾ ആർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിച്വൽ, ആത്മതത്വം. അപ്പൊ നമ്മൾ ഈ ഓമാണ് ആത്മതത്വം. നമ്മൾ ഈ മനസ്സും ശരീരവും ബുദ്ധിയിലും വന്നതുകൊണ്ട് നമുക്ക് ഓമിനെ അറിയാതെ പോയി, അല്ലെ? നമ്മൾ താഴോട്ട് വന്നു. അപ്പൊ അവിടെ ഒരു ബ്രിഡ്ജ് എപ്പോഴും കിടപ്പുണ്ട്, നമ്മൾ കാണാത്ത ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിലൂടെ നമുക്ക് തിരിച്ച് സഞ്ചരിക്കണം. അതാണ് തിരികെ പോ, വന്ന വഴിയെ പോ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ നമുക്ക് അറിയുന്നത് എന്താ? ഇപ്പൊ നമുക്ക് നമ്മളെ ഈ ശരീരമായിട്ടും ഈ കാണപ്പെടുന്ന ജഗത്തിനെയായിട്ട് അറിയുന്നു. പക്ഷെ നമ്മളൊരു സ്പിരിച്വൽ പ്രാക്ടീസിൽ, ഒരു സാധനാ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് തിരിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ ട്രൂ നേച്ചർ എന്താണ്? അതുകൊണ്ടാണ് പറയുന്നത് സ്പിരിച്വാലിറ്റി ഈസ് എ ബ്രിഡ്ജ്. നമ്മളെ ഒരു കണക്റ്റിംഗ് പാലം. നമുക്ക് ആ പാലത്തിനെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ബോഡിയും സെൽഫുമായിട്ടുള്ള ആ ഒരു ബോഡി എന്ന് പറയുന്നതും സെൽഫിനും ആ ആ ഈശ്വരനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ബ്രിഡ്ജിനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആ അകലം നമ്മൾ കുറയ്ക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ ആ കുറയ്ക്കുന്ന ഈശ്വരോ ഗുരുരാത്മേതി എന്നുള്ള നമ്മൾ ദൂരെ നിൽക്കാതെ ഉപാസനകളെല്ലാം തന്നെ ആസന, അടുത്തടുത്ത് പോവാ നമ്മള്. എത്രത്തോളം നമ്മൾ ദൈവത്തിൽ നിന്ന് അകലത്തിലിരിക്കുന്നു, എത്രത്തോളം നമ്മൾ ഈശ്വരനെ അമ്പലത്തിൽ മാത്രം കാണുന്നു, നമ്മൾ ഒരുപാട് അകലത്തിലാണ്. അതേസമയം നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ വരുമ്പോഴോ നമ്മൾ അകലം കുറയ്ക്കുക ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഒരു ചെറിയ ബ്രിഡ്ജേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഉണർന്നവനായിരിക്കുമ്പോ, ആ വെയ്ക്കർ എന്ന് പറഞ്ഞ ഉണർന്നവൻ, ആ ബ്രിഡ്ജിന്റെ കുറച്ചും കൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ളൂ. അതായി തീർന്നാ മതി. സമുദ്രത്തെ കണ്ടു, സമുദ്രത്തിൽ ലയിച്ചാ മതി. സമുദ്രം ഉണ്ടെന്നറിയാം, അത്രയെങ്കിലും എത്തി. അവനെയാണ് ഉണർന്നവൻ എന്ന് പറയുന്നത്. അതേസമയം ഡ്രീമറോ, ഉറക്കത്തിൽ സ്വപ്നത്തിൽ കിടക്കുന്നവനോ, ഇത് നമ്മൾ ഉണർത്തണം. ഇത് ഉണർത്തുന്ന വ്യക്തിയാണ് ഗുരു. അപ്പൊ ഞാൻ ഇപ്പോൾ എന്നെ അറിഞ്ഞിരിക്കുന്നത് എന്താണ്? എന്റെ ട്രൂ നേച്ചർ, അല്ലെ? എന്റെ ട്രൂ നേച്ചർ എന്താണെന്ന് എനിക്ക് എന്താ പറയാ അറിയണം. അത് അറിയാനാണ് നമ്മൾ ഗുരുവിനെ സമീപിക്കുന്നത്, അല്ലെ? ടു awake into the true nature is my fulfillment of spiritual life എന്ന് പറയണം. അപ്പൊ all spiritual activities എന്തിനാണ്? ഫോർ ദ ബിൽഡിംഗ് ഓഫ് ദിസ് ബ്രിഡ്ജ്, അല്ലെ? പാസ് ടു ദി അതർ സൈഡ്. നമ്മൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന എന്തിനാ? നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകണം. ഈ ശരീരത്തിലോട്ട് ഇനി വരണ്ട, നമുക്ക് അവിടെ പോകണം. നമുക്കിനി ഈ ബ്രിഡ്ജ് വേണ്ട. പക്ഷെ അത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാ. കാരണം ഒരു സ്പിരിച്വൽ സീക്കറിന് മാത്രമേ ഈ ബ്രിഡ്ജിനെ കാണാനോ അറിയാനോ പറ്റുള്ളൂ. ഒരിക്കലും ആ ബ്രിഡ്ജ് നമ്മൾ കയറിയാല് പിന്നെ ഒരിക്കലും തിരിച്ചു വരാനും സാധ്യമല്ല, അല്ലെ? ബിക്കോസ് എന്താ? യു ക്യാൻ ഗോ ഓൺലി വൺ വേ, ഫോർവേഡ് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അപ്പൊ മുമ്പിൽ നോക്കിയാൽ മാത്രമേ ഈ പാലത്തെ കാണാൻ പറ്റൂ. പത്മപാദർ എന്താ, ഒരു കാലെടുത്ത് വെച്ചപ്പോ അവിടെ ഒരു താമര വിരിഞ്ഞു. അത് ആരുടെ സങ്കല്പ? ഗുരുവിന്റെ സങ്കല്പം ഈശ്വരൻ നടത്തി കൊടുത്തു, അല്ലെ? പ്രകൃതിയിൽ സംഭവിച്ചു. അടുത്ത കാലം അദ്ദേഹം എവിടെയോ വെക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഗുരുവിലുള്ള വിശ്വാസം, അടുത്ത കാലെടുത്ത് വെച്ചു, അടുത്ത താമര വിരിഞ്ഞു. അപ്പൊ പുറകിലത്തെ താമര എവിടെ പോയി? അവിടെ താമര ഇല്ല. ഇദ്ദേഹത്തിന് വെള്ളത്തിൽ വീഴാതെ ആ ഗുരുവിന്റെ പ്രൊട്ടക്ഷൻ ആണ് ആ താമര. അപ്പൊ ഈ നമ്മൾ എപ്പോഴാണോ സ്പിരിച്വൽ വേൾഡിലോട്ട് കാലെടുത്ത് വെക്കുന്നത്, നമുക്ക് മുമ്പിലോട്ടുള്ള താമരകൾ ഭഗവാൻ, അല്ലെ, ഗുരു കാണിച്ചു തരും. ഈശ്വരൻ അതിന് നമുക്ക് വഴിയുണ്ടാക്കി തരും. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുമ്പിൽ നോക്കിയാൽ എന്താ, ഈ പാലത്ത് നമുക്ക് കാണാൻ കഴിയുമോ? നേരത്തെ ഒരു പാലം കെട്ടി വെച്ചിരിക്കുകയാണോ അവിടെ? ഇല്ല. നമുക്ക് എപ്പോഴാണോ ഈ സ്പിരിച്വൽ ക്വസ്റ്റ് നമ്മുടെ ഉള്ളിൽ വരുന്നത്, ആഗ്രഹം, അദമ്യമായിട്ട് എനിക്ക് ഈശ്വരനെ വേണം, ഞാൻ വന്ന വഴിയിൽ എനിക്ക് തിരിച്ചു പോകണം, എനിക്കിനി ഈ ശരീരം വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് നടന്നു പോണ ഈ പാലത്തിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ പാലം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചുപോക്കില്ലാത്ത പാലമാണ്, അല്ലെ? ഒരിക്കൽ നമുക്ക് ഈ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ മുമ്പിലോട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ മുമ്പിൽ നോക്കിയാൽ ഈ പാലത്തെ നമുക്ക് കാണാൻ കഴിയുമെന്ന് വെച്ചാൽ അതും ഇല്ല. പക്ഷെ കാല് വെക്കുമ്പോ, അല്ലെ, ഉയർന്നു പൊങ്ങി അവിടെ ഈ പാലം പ്രത്യക്ഷപ്പെടും. പുറകിലത്തെ അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ട് ഉയരുമ്പോ പുറകിലത്തെ ബ്രിഡ്ജ് അപ്രത്യക്ഷമാകും. ഇതാണ് ഒരു എന്താ പറയുന്നത്, വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്പിരിച്വൽ പാലാണ്, അല്ലെ? കാരണം നമുക്ക് പുറകിലോട്ട് കാലെടുത്ത് വെച്ച് ഇനി തിരിച്ചു പോകാൻ, എനിക്ക് സ്പിരിച്വാലിറ്റി വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അവിടെ ബ്രിഡ്ജ് ഇല്ല. അപ്പൊ നമ്മൾ എന്തായി? നടുക്കടലിലായി, ആ സാഗരത്തിന്റെ നടുക്ക് വീണു, അല്ലെ? വളരെ സൂക്ഷിക്കേണ്ടാണ് നമ്മൾ സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത്. കാരണം അതിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? ആ ഒരു മനസ്സിലാക്കിക്കൊള്ളണം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ once you enter into it, you can never return. നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്താ? നമ്മുടെ ആ നമ്മളെ അതിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ അസ്തിത്വം അവിടെയാണ്. കാരണം അത് കിട്ടാതെ നമ്മുടെ ഉള്ളിൽ പൂർണ്ണത വരില്ല, നമുക്ക് സന്തോഷം വരില്ല, ബാക്കിയുള്ളതിലെല്ലാം വിരക്തി ഉണ്ടാകും. നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ, ഈ മെറ്റീരിയൽ വേൾഡില്
എത്ര ആളുകളുടെ കൂടെ ഇരുന്നാലും, ഇനി എന്തൊക്കെ സന്തോഷ വസ്തുക്കൾ ചുറ്റുമുണ്ടെങ്കിലും, ആ പറഞ്ഞ നചികേതസിനെ പോലെ എനിക്കിതൊന്നും വേണ്ട വേണ്ട വേണ്ട, എനിക്ക് സന്തോഷം വേണം, സുഖം വേണം, എന്റെ ആത്മസുഖത്തിൽ എനിക്ക് രമിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. അത് കിട്ടുന്നിടം വരെ ആ ഒരു ബേണിംഗ് സെൻസേഷൻ, എരിപുരി കൊള്ളുക അല്ലേ. അപ്പൊ ആ ബ്രിഡ്ജ് ആരാ ഉണ്ടാക്കുന്ന അവിടെ? ഈശ്വരൻ. ഈശ്വരൻ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് നടന്ന് ആ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ, നമ്മുടെ അഴുക്കുകളെയൊക്കെ മാറ്റി ശുദ്ധമായിട്ട് അല്ലെ നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നത് ആ മഹാശക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് ആ ദർ ഇസ് നോ ബ്രിഡ്ജ്, അങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇൻ ദ ബാക്ക് ആൻഡ് ഇൻ ദ ഫ്രണ്ട് നത്തിങ് ക്യാൻ ബി സീൻ ഇൻ ദ ഫ്രണ്ട് ആൻഡ് ബാക്ക്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. നല്ല രസമാണത് അല്ലെ. നമ്മൾ വിചാരിക്കുമ്പോൾ മാത്രം വരുന്ന ഒരു മാജിക്കൽ ആ ഒരു ബ്രിഡ്ജാണ്. അപ്പൊ ഈശ്വരനെയും ഗുരുവിനെയും വിശ്വസിച്ച് മുമ്പോട്ട് കാല് വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ അത് പ്രത്യക്ഷമാകും. ഇതിനെയാണ് നമ്മൾ മാജിക്കൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് ഗുരുവിന്റെയും ഈശ്വരന്റെയും അനുഗ്രഹമാണ്. ഇപ്പൊ പത്മപാദരുടെ കഥ നമ്മൾ ഈ ഉറച്ച വിശ്വാസം കാണിക്കുന്നതിനെല്ലാം എല്ലാ ഗുരുക്കന്മാരും പറയുന്നതാണ്. ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്നു അല്ലെ പത്മപാദർ. അപ്പൊ അദ്ദേഹം ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല, മനനം നിധിധ്യാസനം ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര് പോലും ഇന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തെ പത്മപാദർ എന്ന് അറിയപ്പെടുന്നത് കാരണം അത്രയ്ക്ക് ഗുരുവിലുള്ള വിശ്വാസം. ആശ്രമത്തിലെ ജോലികൾ അദ്ദേഹം ഇതെന്താ ഇത് പറയാൻ കാരണം, അദ്ദേഹം ആ ഗുരുവിൽ അത്രയും വിശ്വാസം വെച്ചിരുന്നു എന്ന് കാണിക്കാന്. ഗുരു ശുശ്രൂഷയിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞ ഒരു സാധാരണക്കാരനായിരുന്നു. ബാക്കി ആർക്കും ഇദ്ദേഹത്തെ കുറിച്ച് ഒരു മതിപ്പും ഇല്ലായിരുന്നു. അപ്പൊ ബാക്കിയുള്ളവരുടെ മതിപ്പാണോ നമ്മുടെ സ്പിരിച്വൽ വേൾഡിൽ നമ്മുടെ യാത്രയ്ക്ക് സഹായിക്കുക? ഓ, അയാൾ ഭയങ്കര സ്പിരിച്വൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വൽ ആവോ? ഇല്ല. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു വികാരമാണ്, അതാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് ബാഹ്യമായിട്ട് നമ്മളെ പുകഴ്ത്തുന്നവരും താഴ്ത്തുന്നവരൊക്കെ ഒരു റോളും ഇതിനകത്തില്ല. ഇതിൽ ഈശ്വരനും ഗുരുവും മാത്രമാണ് നമ്മുടെ ആ ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി ആർക്കും ഇദ്ദേഹത്തെ മതിപ്പില്ല. പക്ഷെ എന്താ, ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? സ്വന്തം ഗുരുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു അല്ലെ. ഇദ്ദേഹത്തെ ഒരു മതിപ്പും ഇല്ലായിരുന്നു. കാരണം മാത്രമല്ല അവിടുത്തെ വേലക്കാരനെ പോലെയാണ് അവർ കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, സ്പിരിച്വാലിറ്റിയിൽ ആരുടെ വിലയും നമുക്ക് ആവശ്യമില്ല. ആര് പൂഴ്ത്തിയോ ആര് താഴ്ത്തിയോ നമുക്ക് എന്താ, നമ്മള് നമ്മുടെ ഈശ്വരനെ മാത്രം. ശങ്കരാചാര്യ സ്വാമികൾ ഇദ്ദേഹം ജോലിയൊക്കെ തീർത്ത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഇപ്പൊ തോടകാചാര്യനാണെങ്കിലും അദ്ദേഹം കാത്തിരിക്കും. കാരണം ഈ നല്ല ശിഷ്യരാരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അവരൊക്കെ വന്നിട്ടേ ക്ലാസ് തുടങ്ങുള്ളൂ. ഇതില് എല്ലാവർക്കും ഉണ്ട് അസൂയ ഇല്ലേ. അപ്പൊ മറ്റു ശിഷ്യന്മാർക്ക് മുറുമുറുപ്പുണ്ടായി. അങ്ങനെ പത്മപാദരെന്ന് തന്റെ ആരാണെന്ന് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് ഗുരു തീരുമാനിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഗംഗയുടെ മറുകരയിൽ ചെന്ന് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അല്ലെ, ഉറച്ചു വിളിച്ചു. എന്താ, അടുത്തേക്ക് വരൂ, എനിക്ക് നിന്നടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങ് വരൂ. ഗുരുവിന്റെ തുണി അലക്കി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവിന്റെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, വേറെ ഒന്നും ചിന്തിച്ചില്ല. ആ നദിയിലൂടെ വേണം പോകാനെന്ന് പോലും മറന്നുപോയി. ഗംഗാ നദി അവിടെ കുത്തൊഴുക്കാണ് അല്ലെ. ആ ഒരു ഗംഗയുടെ അപ്പുറത്ത് നിന്നിട്ടാണ് തന്റെ ഗുരുനാഥൻ തന്നെ വിളിക്കുന്നത്. അത് എങ്ങനെ പോണം, എങ്ങനെ അവിടെ എത്തിച്ചേരും ഒന്നും അദ്ദേഹം ചിന്തിച്ചില്ല. ഗുരുവിനെ ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു. ഓരോ പാദം വെച്ചെടുത്ത് ഓരോ താമര വിരിഞ്ഞു എന്ന്. അപ്പൊ മറ്റേ കരയിൽ എത്തിയ ഗുരുവിനെ നമസ്കരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹം അറിഞ്ഞുള്ളൂ അവിടെ എത്തിയെന്ന്. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഗുരു അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെയാ വന്നത്? പറയണ, എനിക്ക് അറിയില്ല, അങ്ങ് വിളിച്ചു ഞാൻ വന്നു അല്ലെ. ഗുരു വിളിച്ചു വന്നു. ഇതാണ് ഗുരുവിലുള്ള ഭക്തിയും വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളാണെങ്കിലോ, ഗുരു അപ്പുറത്തെ കരയിൽ നിന്ന് വിളിച്ചാൽ എന്താ ചെയ്യുക? ആദ്യം ചോദിക്കും, തോണിയുടെ അവൈലബിലിറ്റി നോക്കട്ടെ, സൗകര്യം ഉണ്ടോ, ഇന്ന് എനിക്ക് ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട് അല്ലെ, ഒത്തിരി പണിയുണ്ട്, ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് വരാനൊന്നും സൗകര്യമില്ല. പറ്റുമ്പോ എല്ലാ പണിയും തീർന്നിട്ട് എനിക്ക് സൗകര്യമുള്ള ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യും, ഞാൻ വരാം അല്ലെ. ആദ്യം നമ്മൾ തോണി അന്വേഷിക്കും. തോണി 5-6 ദിവസം തോണി പണിമുടക്കാണ്, ഇന്ന് തോണിയില്ല, ഇല്ലേ ബസ്സില്ല, കാറില്ല. അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റാത്ത, ഗുരുവിൽ നമുക്ക് വിശ്വാസമില്ല. നമ്മളൊരു സത്സംഗത്തിന് വിളിക്കുമ്പോൾ പോലും നമ്മൾ വെറും നിസ്സാരമായിട്ടുള്ള മെറ്റീരിയൽ കുറെ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരും, ഒരു ഗസ്റ്റിന്റെ വില പോലും ഈശ്വരനില്ല. അപ്പൊ പിന്നെ ഈശ്വരൻ നമുക്ക് എന്ത് വില തരും? നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വില, നമ്മൾ എന്തിന്റെ മേളിലാണോ നമ്മൾ ഈശ്വരനെ കാണുന്നത്, ആ വിലയല്ലേ ഈശ്വരനെ നമുക്ക് തരുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ മന്ത്രം എടുത്തു എനിക്ക് അനുഭവം കിട്ടിയില്ല എന്ന് പറയണതിൽ എന്താ കാര്യം? നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ 2 ഇരുമുടിക്കെട്ട് എന്താ, ഒരു മുൻമുടിയും ഒരു പിൻമുടിയും. പിൻമുടിയിൽ നമ്മുടെ പാപഭാരങ്ങളെല്ലാം വെക്കും, പാപങ്ങള്, നെയ്ത്തേങ്ങ മറ്റത് മറിച്ചത് ഈശ്വരന് സമർപ്പിക്കാനുള്ള വസ്തുക്കൾ. മുൻമുടി ഈശ്വരനുള്ള സാധനങ്ങൾ. അപ്പൊ എവിടെ മുന്നും പിന്നും വെക്കാൻ കാരണം എന്താ? ഏറ്റവും പ്രാധാന്യം ഈശ്വരനാ കൊടുക്കുന്നത്. നമ്മൾ പിന്നില നമ്മുടെ കർമ്മങ്ങളെ ദഹിപ്പിക്കുന്ന ആളല്ലേ ഈശ്വരൻ. അവിടെയല്ലേ നമുക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാല്
നമ്മള് ഈശ്വരന്റെ ആ ഭജനയ്ക്ക് ഒരു ഉപാസന സ്വീകരിച്ചവര് പോലും ഒരു 99% ആൾക്കാരും അതിന് പ്രാധാന്യം കൊടുക്കണില്ല. വളരെ ദുഃഖത്തോടെ പറയേണ്ട കാര്യമാണത്. അത് ആർക്കും അതിൽ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ ഗുരുക്കന്മാരും ഇതേ അഭിപ്രായം തന്നെയാണ്. 1, 2, 3 പേര് അവരെ നമുക്കറിയാം. അവര് നന്നായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. അതിനാണ് നമ്മൾ ഗുരുവിന്റെ ഗ്രേസ് എന്ന് പറയുന്നത്. അവരെ അനുഗ്രഹിക്കും, നന്നായിട്ട് വരൂ, അവർക്കത് സംഭവിക്കും ലോകത്തില്. കാരണം ഗുരുവിന്റെ അനുഗ്രഹം ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഈശ്വരൻ അത് നടത്തി കൊടുത്തേ പറ്റൂ. നമ്മള് എപ്പോഴാണോ നമ്മൾ ഉപാസനാ മാർഗത്തിന് സെക്കൻഡറി കൊടുക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ എല്ലാം തന്നെ സെക്കൻഡറി ആയിരിക്കും, അത് ഫസ്റ്റ് ആയിരിക്കില്ല. കാരണം എപ്പോ നമുക്ക് പറ്റുന്നു, മാക്സിമം നമുക്ക് പറ്റാത്ത സമയങ്ങളിൽ മാത്രം ഒരു സത്സംഗം 2-3 മാസം കൂടുമ്പോൾ ഒരു സത്സംഗം പോലും എന്താ പറയാ നമുക്ക് സൗകര്യം ഇല്ലാന്നായിരിക്കും പലരും പറയുക. ഈശ്വരൻ എന്താ നമ്മുടെ സൗകര്യത്തിന് കാത്തിരിക്കുന്ന വ്യക്തിയാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഇല്ലേ? എന്താ നമുക്ക് ആ ഈശ്വരൻ മറഞ്ഞു കിടക്കണു, ആ മറഞ്ഞ ആളിനെ തെളിയിച്ചു കൊണ്ടുവരണം, ഇല്ലേ? അതിനു വേണ്ടിയിട്ടാ സത്സംഗങ്ങൾ. ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ സത്സംഗം? ആർക്ക് വേണ്ടിയിട്ടാ? അവനവന് വേണ്ടിയിട്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ മൈ ഗുരു കോൾഡ് ഐ ഹാവ് ടു റീച്ച്. അതാണ് പത്മപാദർ പറഞ്ഞത്. എന്റെ ഗുരു വിളിച്ചു, എനിക്ക് അവിടെ എത്തണം, അത് മാത്രം ചിന്ത. അവരെത്തിച്ചേരും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നും ഈ സംസാരത്തിൽ മറുകര എത്താതെ, പാലം ഉണ്ടാക്കാതെ ഇവിടെ നമ്മൾ എന്തൊക്കെ അതിനായിട്ട് ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണ്, ഇല്ലേ? എന്നുണ്ടാക്കും അറിയില്ല, അവനവൻ തന്നെ തീരുമാനിക്കണം. കാരണം ഈ എന്താ പറയാ, ഈ യുണീക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദിസ് യുണീക്ക് ബ്രിഡ്ജ് ഫ്രം ദ ഫൈനൈറ്റ് ടു ദ ഇൻഫൈനൈറ്റ്, അല്ലേ? നമ്മൾ ആ ചെറിയ ലോകത്തുനിന്ന് വലിയ ലോകത്തേക്ക് എത്തിക്കുക. ഫ്രം ദ ലിമിറ്റഡ് ടു ദ അൺലിമിറ്റഡ്, ഫ്രം ദ മോർട്ടൽ ടു ദ ഇമ്മോർട്ടൽ, ഫ്രം ഡാർക്ക്നെസ് ടു ദ ലൈറ്റ്. ഈ ബ്രിഡ്ജാണിത്, അല്ലേ? നിങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള, നമുക്ക് ഓരോരുത്തർക്കും പാസ് ചെയ്യാനുള്ള ദ ബ്രിഡ്ജ് ദാറ്റ് യു ഹാവ് ടു പാസ്. ദോ ഇറ്റ് ഈസ് നോട്ട് ദർ ആക്ച്വലി. ഇത് ആക്ച്വലി അവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ നമുക്ക് സാങ്കല്പികമായിട്ട് പോവേണ്ടതാണ്. കാരണം നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു എന്താ പറയാ, എവിടെയാണോ നമ്മുടെ നമ്മൾ വന്ന സ്ഥലം, വിശ്രാന്തി സ്ഥാനം, അവിടെ എത്തുന്നിടം വരെ നമുക്ക് മുമ്പോട്ട് പാദങ്ങൾ വെച്ച് പോവേണ്ടതായിട്ടുണ്ട്. അതിൽ ചവിട്ടിയാ വീഴുമോ, മറ്റേ കരയിൽ എത്തുമോ എന്നൊന്നും ചിന്തിച്ച് നിൽക്കാനുള്ളതല്ല സ്പിരിച്വാലിറ്റി. എപ്പോ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് തീരുമാനമെടുത്തോ ആ പരംധാമത്തിൽ നമ്മൾ തീരണം, തീർന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ സമയത്ത് ഗുരുവാകുന്ന ഈശ്വരൻ ആ പാലം നമുക്ക് അവിടെ മുന്നിൽ കാണിച്ചു തരും. പൊക്കോളണം, നിങ്ങൾ ഇതിൽ കയറി വരൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മറുകര എത്താൻ പറ്റും. ആ ഗുരുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ പാലം എങ്ങനെ വരും? ആര് കെട്ടും പാലം, അല്ലെ? സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള ആ ഒരു ഏക ബ്രിഡ്ജാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ഈ ആധ്യാത്മിക ചര്യ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ദ ഫെയ്ത്ത് ഇൻ ദി എന്താ പറയാ, ഒൺലി ബ്രിഡ്ജ്. നമ്മുടെ ആ ഫെയ്ത്ത് ഈ ഒറ്റ ബ്രിഡ്ജിലായിരിക്കണം, ബൈ വിച്ച് യു ക്യാൻ ക്രോസ് ദി സംസാര. അപ്പൊ ശ്രദ്ധയാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരുവിൽ ശ്രദ്ധ വേണം. ആ ഒരു ശരിക്കും പറഞ്ഞാല് ആ മെറ്റീരിയൽ കൺസൾട്ടന്റ്, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ശ്രദ്ധ എന്ന് പറയുന്നത്, ആ ഒരു ഗുരു പരമ്പര എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഒരു മെറ്റീരിയൽ ആണ്. നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്തു തരുന്ന ആളിനാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ആ ബ്രിഡ്ജ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ആള്, അല്ലെ? ഡീപ് റൂട്ടഡ് ഡെല്യൂഷൻ, നമ്മുടെ ആ വിമോഹത്തെ ഇല്ലാതാക്കുന്നത്. നമ്മുടെ വിമോഹം എന്താണ്? പുത്രേക്ഷണ, ഭാര്യേക്ഷണ, ധനേക്ഷണ, അല്ലെ? ഈഷണത്രയങ്ങള്, അല്ലെ? നമ്മുടെ ബേസിക് ഡില്യൂഷൻ എന്താണ്? ഐ ആം ദ ബോഡി, അല്ലെ? ആൻഡ് ദ വേൾഡ് ഈസ് റിയൽ. ഇത് രണ്ടാണ് നമ്മൾ ഈ സത്യത്തെ ബുദ്ധി വെച്ചിരിക്കുന്നത് ശരീരത്തിലും ലോകത്തിലും. അവിടെ നമുക്ക് ആളുകൾ എന്ത് പറയണു, എനിക്ക് എല്ലാവരുടെയും നല്ല എന്താ ഗുഡ് ബുക്ക് സമ്പാദിക്കണം. നമുക്ക് പലരോടും ഒരുപാട് സങ്കടം തോന്നും. ഇത്രയും 80 വയസ്സ് 85 വയസ്സിൽ മെറ്റീരിയലി ഇങ്ങനെ മുഴുകി, എന്റെ എന്താ പറയാ, എനിക്ക് ആ മീറ്റിംഗ് ഉണ്ട്, ഈ മീറ്റിംഗ് ഉണ്ട്, അല്ലെ? പലരെയും നമ്മൾ കാണാറുണ്ട്, ഞാൻ ബിസിയാണ്. ഈശ്വരന് വേണ്ടി ഒരു ശകല സമയം പോലും അവരുടെ ജീവിതത്തിൽ മാറ്റിവെക്കാനില്ല. അവരുടെ അവസാന കാലം എത്തിയെന്ന് നമ്മളൊരു ആയുസ് ചാർട്ട് വെച്ചുകൊണ്ട് 100 വയസ്സിൽ കൂടുതലൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പോലും നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. വീട്ടുകാര്യം, എന്റെ വീട്, എന്റെ മക്കള്, എന്റെ കൊച്ചുമക്കള്, എന്റെ കുടുംബം, അല്ലെ? എനിക്ക് മെറ്റീരിയലി എനിക്കുള്ള പൊസിഷൻ, എനിക്ക് തരുന്ന സ്റ്റാറ്റസ്, എന്റെ ധനം, ഇതിനെ തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തത്ത പറയും പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുടെ സ്ഥിതി എന്താണ്? ചിലപ്പോ നമുക്ക് അതുകൊണ്ടാണ് ശങ്കരാചാര്യർക്ക് അത്രയും വിഷമം തോന്നിയതുകൊണ്ടാണ് ഡുഗറിഞ്ഞ കരുണയെന്ന് വിളിച്ചത്. ഈ 90 വയസ്സുള്ള വൃദ്ധൻ വീണ്ടും വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ഈ സത്യത്തെ, ഈ മഹാമോഹത്തിൽ നിന്ന് നമ്മളെ ഉണർത്തുന്നത്, നമുക്കത് ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കാം. നമ്മൾ അതിൽ ഇങ്ങനെ ഉറച്ചിരിക്കുക, അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഒരു തൊലി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമാണ്, അല്ലെ? ഒരു ശകലം മുറിഞ്ഞാൽ നമുക്ക് വേദനിക്കും. എന്താ കാര്യം?
നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഒരു ആവരണമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന് മനസ്സിന് ചേർന്നിരിക്കുന്ന ആവരണത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആണവമലം, ഞാൻ, ആ ഈഗോ. അത് വളരെ ദുഃഖമാണ്. അതിനെ വളരെ വേദനിപ്പിച്ചൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റുള്ളൂ. കാരണം ഈ പുത്രേക്ഷണ ഭാര്യേക്ഷണ വിട്ടുപോവില്ല. ആ ബേസിക് ഡില്യൂഷൻ മാറ്റണം. അപ്പൊ അതിൽ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് പോലും നമുക്ക് കാണാൻ പറ്റൂ. ജന്മങ്ങളിൽ ഇങ്ങനെ ഒരു പാലം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നത്? ആ കാണപ്പെടുന്നത് സത്യമാണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം എന്താ? അമ്മ തന്നെ ഈ മഹാമായയായിട്ട് വെച്ചിരിക്കുക. ഈ കാണുന്ന സത്യങ്ങളെല്ലാം തന്നെ അമ്മ പറയുന്നു. അമ്മയ്ക്ക് നമ്മുടെ കണ്ണില് അതിനെ ഹിരൺമയേന പാത്രേന സത്യസ്ഥാപിഹിതം മുഖം, സ്വർണ്ണപാത്രം കൊണ്ട് അമ്മ മൂടി വെച്ചിരിക്കുകയല്ല. കാരണം നമ്മൾ വിചാരിക്കണം കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നാണ്, സത്യമാണ്. അപ്പം മരുമരീചിക നമുക്കെന്താ ആ ഒരു മണൽ ജലമായിട്ട് തോന്നുന്നു, അല്ലെ? കയറിനെ പാമ്പായിട്ട് തോന്നുന്നു. എന്തിനോടാണോ നമ്മൾ അറ്റാച്ച്ഡ് ആകുന്നത് അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം, ദുഃഖം, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ ഉയർന്നും പൊങ്ങിയും താഴ്ന്നും ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടേയിരിക്കുന്നു. അപ്പൊ മോഹം എന്ന് പറഞ്ഞാല് പൊസസീവ്നെസ് എന്ന് അർത്ഥമുണ്ട്. ആ പൊസസീവ്നെസ് ആകുമ്പോൾ അതിനെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണം എന്താ? ധൃതരാഷ്ട്രയുടെ പുത്രമോഹമാണ്, അല്ലെ? അപ്പൊ ധനമോഹം, ശരിക്കും പറഞ്ഞാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാം ഉണ്ടാക്കുന്ന എന്താ? ധനമോഹമാണ്. എനിക്ക് പണമുണ്ട്, പണമാണ് എൻ്റെ ആ ഒരു ജീവിതത്തെ നിശ്ചയിക്കുന്നത്. പണമുള്ളവൻ, പണമില്ലാത്തവൻ, ആ ക്രൈറ്റീരിയ ആണ്. അത് കുറെ മനുഷ്യരുടെ ഉള്ളിലെ കുറെ തോന്നലുകളെ നമ്മൾ എന്തിനാ വില വെക്കുന്നത്? നമുക്ക് ആവശ്യത്തിന് ജീവിക്കാൻ പണം വേണം, അല്ലെ? അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവർ എന്ത് പറയണു, ബാക്കിയുള്ളവരുടെ ഗുഡ് ബുക്കിനകത്ത് എങ്ങനെ കയറാൻ പറ്റും? ആ ബുക്കിൽ ഇനി 100 ശരിയുണ്ടെങ്കിലും ഈശ്വരന്റെ ബുക്കിൽ ഒരു ശരിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈശ്വരന്റെ അടുത്ത് എത്താൻ പറ്റും? അദ്ദേഹത്തിന്റെ ബുക്കിൽ ഈശ്വരന്റെ 100 ശരിയുണ്ടെങ്കിൽ മനുഷ്യർ ഒരു ശരി തന്നാലും നമുക്ക് അത് മതി സന്തോഷമായിട്ട് ജീവിക്കാൻ, അല്ലെ? നമുക്ക് ഈശ്വരൻ, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആത്മബന്ധുവിനെ നമ്മൾ മറന്നു പോവാതിരുന്നാൽ മാത്രം മതി. നമുക്ക് ഈ കോംപ്ലക്സുകളൊക്കെ ഉണ്ടാക്കുന്ന, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതല്ലാത്തത്. ഒന്ന് ഒരുപാട് ധനം ഉണ്ടെങ്കിൽ ഞാൻ വലിയ അഹങ്കാരി, എനിക്ക് ഒരുപാട് ധനമുണ്ട്. ഇല്ലെങ്കിലോ ഞാൻ ഒന്നുമില്ല, പാവപ്പെട്ടവനാണ്. സോ യു കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അതാണ്, ഇതാണ്, കുറഞ്ഞവനാണ്, കൂടിയവനാണ്. എന്നാ ഉള്ളിലിരിക്കുന്ന വസ്തുവോ എല്ലാവർക്കും ഒരുപോലെ, അല്ലെ? അതാണ് അമ്മയുടെ മഹാമോഹം. നമുക്ക് അമ്മ ഉണ്ടാക്കുന്ന ഒരു മായയാണ്, ഒരു ജാലം, ഇന്ദ്രജാലം ഉണ്ടാക്കുകയാണ് അമ്മ. അപ്പൊ എന്താണ്? ആ കോംപ്ലക്സിൽ ഒന്നും നമുക്ക് വീണ് പോവരുത്. അത് എത്രത്തോളം ഉണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്, നമുക്ക് ഈ സോഴ്സ് ഓഫ് ഹാപ്പിനെസ് പ്രപഞ്ചമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ അതിൽ നിന്ന് മാറണം. കാരണം ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞ പോലെ മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷ കാല സർവം, ദീസ് ക്യാൻ ബി ടേക്കൺ അവേ ബൈ ടൈം ഇൻ എ സെക്കൻഡ്, അല്ലെ? ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇന്ന് ശ്വാസം അകത്തോട്ടെടുത്ത് പുറത്തേക്ക് പോയില്ലെങ്കിൽ എന്താ? എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്താ? എല്ലാം കാലമാകുന്ന ആ ഒരു എന്താ രുദ്രൻ, കാലരുദ്രൻ, അത് നമ്മുടെ ഇന്ന് കവർന്നു കൊണ്ടുപോകും. കാരണം ഒരു നിമിഷം മതി. അപ്പൊ ജനമോഹം, അത് എൻ്റെ കൂടെ ധാരാളം പേരുണ്ട്. എന്താ ഈ ജനമോഹം? എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്, ഞാൻ പ്രസിദ്ധനാണ്, ഇതെല്ലാം തന്നെ മോഹങ്ങളാണ്, അല്ലെ? നമുക്ക് ചിലർക്ക് ആൽക്കഹോൾ അഡിക്റ്റ് ആണ്. എനിക്ക് എന്താ പറയാ, ആൽക്കഹോൾ എന്ന് പറയുന്ന ആ ഒരു മദ്യം, ഞാൻ അഡിക്റ്റഡ് ആണ്. ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു കാലത്ത് അതൊരു വലിയ, ഇപ്പോഴും ഉണ്ട്. എങ്കിലും ഇപ്പൊ കൂടുതൽ അഡിക്റ്റ് എന്താ? ഇപ്പൊ കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അഡിക്റ്റഡ് ആയിട്ട് മാറിയിരിക്കുന്ന മൊബൈൽ ഫോൺസ് ആണ്. മൊബൈൽ ഫോൺ, 5 വയസ്സുള്ള കുട്ടിക്ക് പോലും മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ് ഇന്ന്. അതൊരു രോഗമായിട്ട് തീരുകയാണ്. എത്ര പേഷ്യൻസ് ആണ്, കൊച്ചുകുട്ടികൾ എന്താ പറയാ, ട്രീറ്റ്മെന്റിന് കൊണ്ട് മനസ്സെന്തെന്ന് അറിയാത്ത പിഞ്ചു പ്രായത്തില് അവർക്ക് ഫോൺ ഇല്ലെങ്കിൽ അവർ ഭ്രാന്തമായിട്ട് പ്രതികരിക്കുകയാണ്. 6 വയസ്സുള്ള കുട്ടി സ്വന്തം ഒരു എന്താ പറയാ അടുക്കളയിലുള്ള എന്തോ ഒരു സാധനം എടുത്തുകൊണ്ടുവന്ന് അമ്മ ഉറങ്ങിക്കിടന്നപ്പോ അമ്മയുടെ തലയ്ക്ക് അടിക്കുകയാണ്. കാരണം കുട്ടിക്ക് ഫോൺ വേണം. അമ്മ തലകണയുടെ അടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങി. ആ ദേഷ്യം കൊണ്ട് 5-6 വയസ്സുള്ള കുട്ടി നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കുട്ടിയുടെ അമ്മയുടെ തലയ്ക്കടിക്കുകയാണ് കുട്ടിക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. എവിടെ വരച്ച്? കാരണം കുട്ടി ഫോണിൽ ഇതാ കാണുന്നത്, ഒരാളെ നമുക്ക് അടിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്താൽ ഫോൺ കിട്ടുന്നുള്ളത്. ഇന്നത്തെ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഒരു രാവിലെ ഉണരുന്നത്, രാത്രി ഉറങ്ങുന്നത് എല്ലാം തന്നെ ഫോണിനോടൊപ്പമാണ്, അല്ലെ? ഇതൊരു തപസ്സായിട്ട് തീർന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ഓൺ ദ സ്ക്രീൻ എന്ന് പറയാം നമുക്ക്. മൊബൈല്, TV, ഐപാഡ്, ഈ മോഹങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരണം. കാരണം ഈ അറ്റാച്ച്മെന്റ്സ് ഇല്ലാതാക്കാൻ വേണമെങ്കിൽ എന്താ വേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വന്നേ പറ്റൂ, എല്ലാ ദുഃഖങ്ങളും. കാരണം എന്താ? ഈ ലെവൽ ഓഫ് അറ്റാച്ച്മെന്റ്സ് ആണ്. എത്ര ഡീപ്പാണത്? ഗ്രേറ്റർ ദ അറ്റാച്ച്മെന്റ് ഗ്രേറ്റർ വിൽ ബി ദ സോറോ, അല്ലെ?
ഇപ്പൊ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ് ഇസ് ദ ഒൺലി വേ. ഇപ്പൊ ഗുരു നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ആ റൈറ്റ് തിങ്കിങ്, റൈറ്റ് കൺവിക്ഷൻസ് അല്ലെ? എന്താണ് നീ വേണ്ടത്? ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ ഗുരുവിന്റെ വാക്കുകൾ. ഇല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തില് നമ്മുടെ ഈശ്വരനും ഗുരു ഉണർന്നിരിക്കുമ്പോ ഗുരു വാക്ക് കൂടെ നമ്മൾ കേൾക്കുന്നു. ഉറങ്ങിക്കിടക്കുമ്പോ ആ ഗാഠനിദ്രയിൽ നമ്മൾ ഈശ്വരനുമായിട്ട് സംവദിക്കുന്നു. അതിനാണ് നമ്മൾ റീചാർജ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ സദ്ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി തന്റെ ജീവിതത്തിൽ തന്നെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കാൻ പഠിക്കണം. പഠിക്കണം. എന്നാലേ നമുക്ക് ആ തലത്തിൽ വളരെ പതുക്കെ നൗക എത്തുള്ളൂ. ഒരു ബോട്ടില് ഒരു എന്താ പറയാ ഒരു വലിയ സ്റ്റീം എഞ്ചിനിൽ പോകുന്ന അത്രയും ചെറിയ നൗക പോവില്ല. കാറ്റിലും കോളിലും ഒക്കെ പെട്ട് പതുക്കെ അത് മുമ്പോട്ട് നീങ്ങുള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഗുരുഭക്തിയാകുന്ന ആ ഗുരുപാദകത്തില് ആ തോണിയില് സമാധാനമായിട്ട് കാറും കോളും ഇല്ലാതെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ വിവേക വൈരാഗ്യത്തിലൂടെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും അല്ലെ? അപ്പൊ നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കണം. അതിനെയാണ് സാധന എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മെന്റൽ എംപവർമെന്റ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് കുറെ പേരെ വിളിച്ചിരുത്തി മെന്റൽ എംപവർമെന്റ് എന്ന് പറഞ്ഞ് 5-6 മണിക്കൂർ സംസാരിച്ചിട്ട് എന്താ കാര്യം? ഒരു പെട്ടെന്ന് ഉണ്ടാകുന്നതാണോ ഈ മനസ്സിന്? മനസ്സെന്ന് പറയുന്നത് എന്താ? വളരെ ബുദ്ധിമുട്ടാണ് ടൈം ചെയ്യാൻ. അത്രയ്ക്കൊരു കൊരങ്ങനെ പോലെ മരക്കൊമ്പുകളിൽ ചാടിക്കളിക്കുന്ന അല്ലെ? മദ്യം സേവിച്ച് തേള് കുത്തി ഭൂതത്തിനെ കണ്ട് പേടിച്ച പോലെ എന്നാ മനസ്സിനെ പറയുക. അത്രയ്ക്ക് വെകളി പിടിച്ചാണ് ഈ മനസ്സ്. അതിനെ പെട്ടെന്ന് ഒരു 3 മണിക്കൂർ ഒരു ക്ലാസ് എടുത്ത് നമുക്ക് അതിനെ ഇരുത്താൻ പറ്റില്ല. സ്ലോ ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യുന്ന ചര്യകളിലൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഈശ്വരനെ സദാ സ്മരിച്ചുകൊണ്ട് മനസ്സിനെ പതുക്കെ 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 നമുക്ക് ശാന്തമാക്കി ആ ഈശ്വരന്റെ പാദത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനാണ് നമ്മൾ ആ ചെറിയ നൗകയിൽ കയറുന്നത്. ഗുരുപാദുകാഭ്യാം. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയാ, അപ്പോഴാണ് മെന്റൽ പവർ, ശരിക്കുള്ള മനസ്സിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന. ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ശക്തികൾ, ആത്മാവെന്ന് പറയുന്ന ഈശ്വര ശക്തികൾ ഉണരാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് വേറെ ഒന്നിലും താണു പോവില്ല. ആര് വിമർശിച്ചാലും ആര് എന്താ പറയാ പുകഴ്ത്തിയാലും നമുക്ക് രണ്ടും ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ സ്റ്റഡി ആയിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ വിവേകത്തിലൂടെ മാത്രമേ നമുക്ക് വൈരാഗ്യം ഉണ്ടാകുള്ളൂ. പെട്ടെന്ന് വൈരാഗ്യം ഉണ്ടാവില്ല. കാരണം ഈ ശരീരം എന്നത് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് നിറഞ്ഞ ഒരു ബാഗാണ്. നമ്മൾ ഇതിലാണ് താതാത്മ്യം വെച്ചിരിക്കുന്നത്. പക്ഷെ വളരെ മനോഹരമായിരിക്കുന്ന ആ പുറംമോടി കൊണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെ? ഇത് ശരീരം ഒന്ന് മുറിച്ചു നോക്കുമ്പോ വരുന്ന എന്താ? രക്തമാണില്ലേ? നമുക്കത് കാണുമ്പോൾ തന്നെ ഭയമാണ്. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബാഗ് ഓഫ് എന്താ പറയാ വേസ്റ്റ് മെറ്റീരിയൽസ്. അതിങ്ങനെ ഒരു തൊക്കുകൊണ്ട് ഈ ത്വക്കിനെ അതുകൊണ്ട് മഹാഭൂതം എന്ന് പറയുന്നത്. ശബ്ദ സ്പർശ രൂപ രസങ്ങൾ ത്വക്കാണ് ഇതിനെ മഹാഭൂതം. കാരണം അത് എല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുന്നു, ഒന്നിനെ പുറത്ത് കാണിക്കുന്നില്ല. അപ്പൊ ആ ഒരു എന്താ പറയാ നമ്മൾ ഈ പറയുന്ന ശരീരങ്ങളെയാണ് അച്ഛൻ, അമ്മ, ഭർത്താവ്, മക്കള്, ഫ്രണ്ട്സ് ഈ വ്യാമോഹം വെക്കുന്നത്. എന്താ ആ വ്യാമോഹം പിന്നെ എന്തായിട്ട് തീരണു? മഹാമോഹമായിട്ട് തീരുക. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാലം അവരെല്ലാം നമ്മൾ ഇന്ന് അകറ്റുന്നു അല്ലെ? അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പൊ ഈ അറിവാണ് നമ്മൾ ആ ചിന്തകളിലൂടെ നമുക്ക് ഗുരു തരുന്നത്. ഇതാണ് ഇപ്പൊ നചികേതസിന്റെ അടുത്ത് യമൻ പല പല ഓഫേഴ്സ് വെക്കുന്നുണ്ട്. പക്ഷെ ചെറിയ കുട്ടി അല്ലെ, ഇതിലൊന്നും മോഹമില്ലാത്ത കുട്ടി, അതുകൊണ്ടാണ് അത് തന്റെ അച്ഛൻ പറഞ്ഞ കള്ളം ഇല്ലേ എല്ലാം ദാനം ചെയ്തു. വേണ്ടാത്ത ചാവാലി പശുക്കളെയൊക്കെയാണ് ദാനം കൊടുത്തത്. അതിലൊക്കെ കുട്ടിക്ക് വിഷമം തോന്നി. ഇത്രയും ചെറിയ കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ ആ കുട്ടി അവസാനം എന്താ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് തെറ്റല്ലേ എന്ന് വെച്ചപ്പോ എന്താ അച്ഛൻ പറഞ്ഞത്? എന്നാ നിന്നെയും ഞാൻ കൊടുത്തേക്കാം. എന്നെ ആർക്ക് കൊടുക്കും? നിന്നെ യമന് കൊടുക്കും. ഉടനെ തന്നെ ആ കുട്ടി സത്യമായിട്ട് അച്ഛന്റെ വാക്കെടുത്തിട്ട് യമപുരിയിൽ വരികയാണ്. യമന് കൊടുത്തു. ആ ആള് തന്നെ പറയട്ടെ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന്. ആ കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു? ദീർഘായുസ് വരെ കൊടുക്കാന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ എന്താ ചോദിച്ചത് കുട്ടി? ഇറ്റേണിറ്റി കമ്പയർ ചെയ്യുമ്പം എനിക്ക് ദീർഘായുസ് കുറച്ച് വർഷത്തേക്ക് 1000 വർഷം 2000 വർഷം തന്നാല് ഇറ്റേണൽ ആയിട്ടിരിക്കുന്നത് എനിക്ക് തരാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. ഇതൊക്കെ താൽക്കാലികം. 1000-2000 വർഷമൊക്കെ കുട്ടി പറയണു താൽക്കാലികമല്ലേ അല്ലെ? കമ്പയർ ചെയ്യുമ്പോ എനിക്ക് അതല്ലേ വലുത്. എനിക്ക് ഏറ്റവും വലുത് അവിടെ. ഞാൻ ചെറുതല്ല ചോദിച്ചത്. 11 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. ആ ഇന്ദ്രിയ സുഖങ്ങൾ തനിക്ക് വേണ്ട. ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളെ ഇല്ലാതാക്കും അല്ലെ? കണ്ണും മൂക്കും നാക്കും ത്വക്കും ഒക്കെ എന്താ പുറത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ട് അതെല്ലാം അതിന്റെ ആ ഒരു എന്താ പറയുക അതിന്റെ ആ ശക്തി കുറയും. എനിക്കത് വേണ്ട. എനിക്ക് സത്യത്തെ അറിയണം. ഈ 5 ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത് എനിക്ക് അകത്തുള്ള വസ്തുവിനെ അറിയാനാണ്. എനിക്ക് മോഹങ്ങളില്ല. മോഹങ്ങളെല്ലാം പുറത്താണ് അല്ലെ?
അപ്പൊ കറക്റ്റ് ആയിട്ട് ആ കുട്ടി എന്താ അതിന് എല്ലാം സാധിക്കാൻ കാരണം? റൈറ്റ് ഇൻ ഹിസ് പാത്ത്, ക്ലാരിറ്റി ഇൻ വിഷൻ, അല്ലെ? ഡീപ്പ് റൂട്ടഡ് വിവേകം. അതിന്റെ ആ ഡീപ്പ്, അതിന് ആ വിവേകം ഉണ്ടായി കഴിഞ്ഞു ഇത്രയും ചെറിയ പ്രായത്തില്. അനേക ജന്മത്തിന്റെ പുണ്യമായിരിക്കാം. ആ ഹൃദയ നൈർമല്യം ആ കുട്ടിക്ക് വന്നു. കാരണം ഒന്നിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാത്ത ബുദ്ധി. ഇവിടെ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ് നിന്നിട്ട് ഒരു കാര്യമില്ല. കിട്ടുന്നതൊക്കെ ഇവിടെ ഉപേക്ഷിക്കണം. ആ സത്യത്തിൽ ഉറച്ച ബുദ്ധി, അല്ലെ? അർജുനൻ മഹാഭാരതത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, നഷ്ടോ മോഹ, എന്റെ മോഹങ്ങൾ കഴിഞ്ഞു ഭഗവാനെ, ഞാൻ എന്തിലൊക്കെ ഭ്രമിച്ചു, അല്ലെ? ഞാൻ എന്റെ സ്വന്തം ബന്ധം ഇതിലൊക്കെ ഞാൻ ഭ്രമിച്ചു പോയി. ഇപ്പൊ എനിക്ക് എന്തായി? എല്ലാം കഴിഞ്ഞു, എനിക്കിനി ഒന്നുമില്ല എന്ന് പറയുന്നു. സദ്ഗുരു എന്ന് പറയുന്ന വ്യക്തി എന്താ നമുക്ക് തരുന്നത്? ശ്രേയസ്സും പ്രേയസ്സും പറഞ്ഞു തരും. നിനക്ക് എന്താ ശ്രേയസ് കുഞ്ഞെ? ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന തലം, പ്രേയസ് എന്ന് പറഞ്ഞാൽ ആ പ്രായേണ ഈ മെറ്റീരിയൽ ബെനിഫിറ്റ്സ്, ഈ പ്രപഞ്ചം നിങ്ങൾക്ക് എന്ത് തരും? നമ്മൾ കമ്പയർ ചെയ്യണം നമുക്ക് ഏതാ വേണ്ടതെന്ന്. നമ്മളിവിടെ പെർമനന്റ് ആണെങ്കിൽ ഓക്കെ, പ്രേയസ് മതി എന്ന് വെക്കാം, അല്ലെ? നമ്മള് ജനിച്ച പോലെ 16 വയസ്സായിട്ടില്ലേ 25 വയസ്സായിട്ട് 90 വയസ്സ് വരെ ഇവിടെ ഇരിക്കുമെങ്കിൽ ഓക്കെ, എല്ലാം അനുഭവിക്കാം. ഇന്ദ്രിയങ്ങൾക്ക് കാഴ്ചശക്തി കുറയില്ല, ചെവി കേൾക്ക്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. നമുക്ക് 30 വയസ്സ് വരെയാണ് യൗവനം എന്ന് പറയുക. ആ 30 വയസ്സ് വരെ, ആ 30 വയസ്സിൽ തന്നെ ഇരിക്കാമെങ്കിൽ നമുക്ക് 100 വയസ്സ് വരെ ഇരിക്കാം. ആ ബോഡി കണ്ടീഷൻ തന്നെ ആയിരിക്കണം മനസ്സ്, അല്ലെ? എങ്കിൽ നമുക്ക് പ്രേയസ് ഓപ്റ്റ് ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം. അല്ല നമുക്ക് ശ്രേയസ്സാണ് വേണമെങ്കിൽ എന്ത് വേണം? കാലത്തിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം എന്താ പറയാ, അതിന്റെ അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞ് നമ്മൾ ഇവിടെ വിട്ടുപോകണം, അല്ലെ? മരണം എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന ശരീരം തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടേതല്ല, നമുക്കിവിടെ ഉപേക്ഷിക്കണം. ഈ സത്യത്തെ ബുദ്ധിയോടുകൂടി അറിഞ്ഞ് അങ്ങനെ ഒരു വ്യക്തി നമ്മൾ എപ്പോഴും പ്രേയസ് മാത്രമേ ചിന്തിക്കുള്ളൂ, അല്ലെ? കാരണം നമ്മളെ എവിടെയെങ്കിലും പോണം, അയ്യോ എവിടെയാണ് ദുരൂഹമായിരിക്കണം, എവിടെയെങ്കിലും ആണോ? ഈശ്വരനാണ് പ്രപഞ്ചത്തിലും പ്രപഞ്ചാതീതവുമായിട്ടിരിക്കുന്നത്. എവിടെ പോയാലും ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കർമ്മഫലങ്ങളാണ് നമുക്ക് വിധിയായിട്ട് വരുന്നത്. ആ കർമ്മഫലങ്ങളെ എനിക്ക് മാറ്റി എനിക്ക് ഈശ്വരനെ അറിയണം. എന്റെ യഥാർത്ഥ ധാമം അവിടെയാണ്. ആ പദപ്രാപ്തിയിലേക്ക് എനിക്ക് പോണം. ഒരു ചെറിയ പാലം കടന്ന് എനിക്ക് പോയാൽ മതി. ആ പാലത്തെ കടത്താൻ തോണിക്കാരനായിട്ട് ആരാണ് നിൽക്കുന്നത്? ഗുരുവാണ്. കടത്തിത്തരുന്ന ആരാണ്? ഭവതാരിണിയാണ്, താരയാണ്, തരണം ചെയ്യിക്കുന്നവളാണ്. അമ്മയാണ് ഈ പ്രകൃതി. അമ്മയാണ് നമുക്ക് വലവീശി നമ്മളെ ഒരു മാജിക് ആയിരിക്കുന്ന ഒരു വലയ്ക്കകത്ത് ഇട്ടിരിക്കുന്നത്. അമ്മയുടെ ആ ഒരു എന്താ പറയാ, മാജിക് സ്റ്റിക്ക് ഉപയോഗിച്ച് മാത്രം അമ്മയുടെ തിരസ്കരണി മാറ്റാൻ സാധിക്കൂ. ആ തിരസ്കരണി മാറ്റി തരണേ അമ്മ, അല്ലെ? ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ, ശരണാഗതരെ കൈവിടാത്തവരായിട്ടുള്ള അമില്ലയോ ജഗദംബികെ, അമ്മയല്ലേ എന്റെ അമ്മ, എനിക്കിത് മതിയായി എന്ന് എപ്പോ നമ്മൾ പറയണോ, അമ്മ എന്ത് ചെയ്യും? അമ്മയുടെ മാജിക് സ്റ്റിക്ക് വെച്ച് ഈ മഹാമോഹത്തിൽ നിന്ന്, അല്ലെ? ജ്ഞാനി നാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയശ്ചതി. എത്ര വലിയ അറിവുള്ളവരെ പോലും മോഹിപ്പിക്കുന്ന, അല്ലയോ അമ്മേ ഈ പാവപ്പെട്ട എന്നെ മോഹവലയത്തിൽ ഇടല്ലേ, എനിക്ക് അമ്മ മതി, ആ പാതാരവിന്ദങ്ങൾ മതി, ആ പാദങ്ങളിൽ ചേർന്ന് നിൽക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇവിടെ എല്ലാം അനുഭവിച്ചു, ഒന്നിലും സുഖം കിട്ടുന്നില്ല, ഒന്നിലും സത്യത്തെ ബുദ്ധിയില്ല, ഇന്നുണ്ട് നാളെ ഇല്ല. എനിക്ക് എന്തിനാണ് ഈ മാറുന്ന ലോകം? എനിക്ക് അമ്മ മതി, പെർമനന്റ് ആയിരിക്കുന്ന ആ വാസസ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയാലും, അല്ലേ? അപ്പൊ ആ സദ്ഗുരു നമുക്ക് ശ്രേയസ്സും പ്രേയസ്സും പറഞ്ഞു തന്ന് ആ ബേസിക് ഡിലൂഷൻ, പ്രൈമോഡിയൽ ഇഗ്നറൻസ്, നമ്മുടെ ആ അറിവില്ലായ്മ മാറ്റിയിട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു ഡിലൂഷൻ എന്ന് പറയുന്ന വിമോഹത്തെ മാറ്റുന്നു. അതാണ് നമുക്ക് സദ്ഗുരു ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു എന്താ പറയാ, ഈ ശ്ലോകം എന്ന് പറയുന്നത് നാലീക നീകാശ പദാഹൃതാഭ്യാം നാനാവിമോഹാദി നിവാരികാഭ്യാം മമജ്ജനാഭീഷ്ട തതിപ്രദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ഇതെല്ലാം മാറ്റിത്തരുന്ന, എന്താ പറയാ, നമുക്ക് അഭീഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്ന ആ ഗുരുവിന്, ആ ഗുരുപരമ്പരയ്ക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.